മീമാംസയുടെ ഗ്രന്ഥത്തിൻ്റെ കലയവരത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ജൈമിനി സൂത്രത്തിലെ 12 അധ്യായങ്ങൾ അതിൻ്റെ അനുബന്ധമായിട്ട് സംഘർഷണകാന്ഡം അല്ലെങ്കിൽ ദേവതാകാന്ഡം എന്ന പേരിൽ 4 അധ്യായങ്ങൾ കൂടിയുണ്ട്. സംഘർഷണകാന്ഡം അല്ലെങ്കിൽ ദേവതാകാന്ഡം എന്ന പേരിൽ 4 അധ്യായങ്ങൾ കൂടി അതിനോടൊപ്പം പറയപ്പെടുന്നുണ്ട്. ആ ഗ്രന്ഥം കുറേ കാലം പ്രകാശനത്തിൽ ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അതും പ്രകാശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തിരുപ്പതി നിന്നാണ് അത് പ്രകാശിപ്പിച്ചത്. ശങ്കരാചാര്യ സ്വാമിജികൾ ബ്രഹ്മസൂത്രത്തിലെ ഈ ദേവതാകാന്ഡത്തിലെ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ സംഘർഷണകാന്ഡം, ദേവതാകാന്ഡം എന്ന് പറയുന്ന ഈ 4 അധ്യായങ്ങളും അതിലുള്ള 347 സൂത്രങ്ങളും ഇതും ജൈമിനിയുടെ തന്നെ രചനയായിട്ടാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ജൈമിനി ദർശനത്തിന് അനുബന്ധമായിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ 16 അധ്യായങ്ങളുടെ പൂർണ്ണമായ ഗ്രന്ഥമായി തീരുന്നു. ഇപ്പോൾ നമ്മുടെ ഇവിടെ ക്രമമനുസരിച്ച് ഇനി ആചാര്യന്മാരെ ഒന്ന് പരിചയപ്പെടാം. അതുപോലെ മറ്റ് ഗ്രന്ഥങ്ങൾ, മീമാംസ ദർശനത്തിൽ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങളും ആചാര്യന്മാരും. ജൈമിനി മഹർഷി മീമാംസ സൂത്രങ്ങൾ അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞാൽ മീമാംസ ദർശനത്തിനും അതുപോലെ തന്നെ ബ്രഹ്മസൂത്രത്തിനും രണ്ടിനും, അതായത് പൂർവമീമാംസയ്ക്കും ഉത്തരമീമാംസയ്ക്കും രണ്ടിനും വൃത്തി എഴുതിയിട്ടുള്ള, വ്യാഖ്യാനം എഴുതിയിട്ടുള്ള ഒരു ആചാര്യനാണ് ഉപവർഷാചാര്യൻ. ഇദ്ദേഹത്തിൻ്റെ വൃത്തി ഗ്രന്ഥം കിട്ടിയിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിനെ അടിസ്ഥാനപ്പെടുത്തി പിൽക്കാലത്ത് വന്ന ആചാര്യന്മാര് വളരെ ആദരവോടുകൂടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മസൂത്ര ഭാഷ്യത്തില് ശങ്കരാചാര്യ സ്വാമിജികൾ 2 വട്ടം ദേവതാധികരണത്തിലും 2 വട്ടം ഭഗവാൻ ഉപവർഷ എന്ന് ഭഗവാൻ എന്ന ഉപാധിയോടുകൂടി പറയുന്നുണ്ട്. അതുപോലെ മീമാംസ ദർശനത്തിലും മീമാംസ ദർശനത്തിൻ്റെ ഭാഷ്യത്തിലും ഭഗവാൻ ഉപവർഷ എന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ആ ഭഗവാൻ എന്നുള്ള ആ വിശേഷണം അത്രയും ആദരവ് കൊടുക്കുന്നവർക്കാണ് ആചാര്യന്മാർ പറയുക. ഭഗവാൻ ബാദരായണ എന്നൊക്കെ പറയുന്ന പോലെ. ഉപവർഷാചാര്യൻ്റെ ഒരു സൂത്രവൃത്തി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്ത പ്രകാരമാണ് ശബ്ദനിത്യത്വം സ്ഥാപിച്ചിട്ടുള്ളത്. ശബ്ദനിത്യത്വത്തിന് പൂർവമീമാംസയും ഉത്തരമീമാംസയും, അതായത് പൂർവമീമാംസയുടെ ഭാഷ്യകാരനായ ശബരസ്വാമികളും ശങ്കരാചാര്യ സ്വാമിജികളും ഉത്തരമീമാംസയുടെ ഭാഷ്യകാരൻ രണ്ടുപേരും ശബ്ദനിത്യത്വ സംബന്ധമായ വിഷയത്തിൽ
വൈദിക പരമ്പരയുടെ നിശ്ചയം എന്ന രീതിയിൽ ഉപവർഷാചാര്യനെ സ്വീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ മൂന്നാമത് വരുന്നത് ശബരസ്വാമികളാണ്. ശബരസ്വാമിജികള് ജൈമിനി സൂത്ര ഭാഷ്യം രചിച്ചു. ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഭാഷ്യം ശബരസ്വാമിജികളുടെയാണ്. ഈ 12 അധ്യായങ്ങൾക്കും അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ 4 അധ്യായങ്ങളുടെ അനുബന്ധത്തിനും ശബരസ്വാമിജികളുടെ ഭാഷ്യമുണ്ട് എന്ന് കണക്കാക്കുന്നു. അതിലിപ്പോൾ കിട്ടിയിട്ടുള്ളത് 12 അധ്യായങ്ങളുടെ ഭാഷ്യം വ്യക്തമായിട്ടുണ്ട്. ഈ ഭാഷ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പിന്നെ വ്യാഖ്യാനങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ശബരസ്വാമിജികളുടെ ആ ഭാഷ്യത്തിൽ പറഞ്ഞതനുസരിച്ച് അതിനെയാണ് പ്രാചീന മീമാംസ ദർശനം എന്ന് പറയുന്നത്. സൂത്രങ്ങളും സൂത്രത്തിന് ശബരസ്വാമിജികൾ എഴുതിയ ഭാഷ്യവും. അപ്പോൾ ഒരുപാട് വിഷയത്തില് മീമാംസ ദർശനത്തിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് നമുക്ക് അറിഞ്ഞു കിട്ടിയിട്ടുള്ളത് ശബരസ്വാമിജികളുടെ ഭാഷ്യത്തിൽ നിന്നാണ്. കാരണം സൂത്രം പലപ്പോഴും പറയുന്നത് വളരെ സംക്ഷേപത്തിലായിരിക്കും. സൂത്രത്തിന്റെ ലക്ഷണമൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് സാരവതായിരിക്കും. അത് സാരമായിട്ടുള്ള സംക്ഷേപത്തിൽ പറയും. വ്യാഖ്യാനം വന്നാലേ സാധാരണ മന്ദബുദ്ധിയായിട്ടുള്ള സാമാന്യ അറിവുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ശബരസ്വാമിജിയുടെ ഭാഷ്യമില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ദർശനത്തിന് ഇത്രയധികം പ്രചാരം ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ അത്രയും മഹത്വപൂർണമാണ് ശബരസ്വാമിജികളുടെ ഭാഷ്യം. അദ്ദേഹം ഈശാപൂർവം, അതായത് BC 3-ാം ശതകത്തിലാണ് ജീവിച്ചിരുന്നത് എന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഗവേഷണം ഒരു തരത്തിൽ നടന്നതാണ്. 3-ാം ദശകത്തോടു കൂടിയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് കരുതപ്പെടുന്നു. ഇതില് അദ്ദേഹത്തിന്റെ വിശേഷ പ്രതിപാദനങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ വരുന്ന സ്ഥലങ്ങളിൽ ഉദ്ധരിക്കപ്പെടുമ്പോൾ സംസാരിക്കും. കാരണം അവരുടെ അഭിപ്രായവും വിശേഷ പ്രതിപാദനവും പറയാനായാൽ ഒരുപാടത് ദീർഘിപ്പിച്ചു പോകും. അതത് വിഷയം വരുമ്പോൾ അതനുസരിച്ച് ശബരസ്വാമിജികളുടെ അഭിപ്രായം ഇതാണ്, ഓരോരുത്തരുടെ അഭിപ്രായം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നമുക്ക് സരളമായി മനസ്സിലാക്കാൻ കഴിയും. ശങ്കരാചാര്യ സ്വാമിജികള് മീമാംസ ദർശനത്തിനെ വ്യാഖ്യാനിക്കാൻ, അതിന്റെ താല്പര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആ അഭിപ്രായ വ്യത്യാസങ്ങളെ ശരിക്ക് ചർച്ച ചെയ്യാൻ വാദത്തിനു വേണ്ടി കാണാൻ പോയിരുന്നു കുമാരില ഭട്ടനെ. പക്ഷെ കുമാരില ഭട്ടൻ ആ സമയത്ത് ഒരു അനുഷ്ഠാനത്തിലായിരുന്നു, ഒരു പ്രാശ്ചിത്ത അനുഷ്ഠാനത്തിലായിരുന്നു. അതുകൊണ്ട് ആചാര്യസ്വാമിജികളുമായിട്ട് വാദം ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യനെ പോയി കണ്ട് വാദം ചെയ്തു കൊള്ളാൻ പറയുകയും അദ്ദേഹത്തിന്റെ ശിഷ്യനായ മണ്ഡനമിശ്രനെ ശങ്കരാചാര്യ സ്വാമിജികൾ പോയി കാണുകയും പിന്നെ മണ്ഡനമിശ്രനുമായിട്ട് വാദം ഉണ്ടാവുകയും ചെയ്തത് ശങ്കര ദിഗ്വിജയങ്ങളിൽ പ്രസിദ്ധമാണ്. ഈ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കുമാരില ഭട്ടനാണ് ജൈമിനി സൂത്രത്തിന് വാർത്തികം എഴുതിയിട്ടുള്ളത്. വാർത്തികം എന്ന് പറയുമ്പോൾ ഉക്താനുക്ത ദുരുക്താനാം ചിന്തായത്ര പ്രവർത്തതേ എന്നാണ് വാർത്തികത്തിന്റെ ലക്ഷണം തന്നെ. ഉക്താനുക്ത ദുരുക്തങ്ങളായ വിചാരങ്ങൾ ചെയ്യുക. ഭാഷ്യങ്ങളിലും സൂത്രങ്ങളിലും എന്താണോ പറഞ്ഞത് അതിനെ വിപുലമായി വ്യാഖ്യാനിക്കുക. അതുപോലെ പറയേണ്ടതായിട്ടുള്ളത് എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, വഴിയെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്തു പറയുക. പറഞ്ഞതിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, ദോഷങ്ങളുണ്ടെങ്കിൽ അതും പ്രകാശിപ്പിച്ച് അതിനും സമാധാനം പറയുക. ഇതാണ് വാർത്തികത്തിന്റെ ലക്ഷണം. ഈ വാർത്തികം എന്ന് പറയുന്നതും വ്യാഖ്യാനം തന്നെയാണ്. പക്ഷെ ഈ ലക്ഷണത്തോടു കൂടിയ വ്യാഖ്യാനമായിരിക്കും. ഭാഷ്യം എന്ന് പറയുമ്പോൾ ഭാഷ്യത്തിന്റെ ലക്ഷണം പറയുന്നത്
അത് സൂത്രങ്ങൾക്ക് അനുസൃതമായിരിക്കണം. സൂത്രത്തിലുള്ള വാക്യങ്ങളെ ഉദ്ധരിച്ച് അതിനെ അനുവാദം ചെയ്ത് അതിനെ പ്രാമാണികമായി സിദ്ധിപ്പിക്കുന്ന രീതിയിലായിരിക്കണം. അങ്ങനെ സിദ്ധാന്തം പറയുമ്പോൾ വരുന്ന പ്രതിവാദങ്ങൾക്ക് ശരിയായ ഉത്തരവും ഭാഷ്യത്തിൽ ഉണ്ടാകണം. അതാണ് ഭാഷ്യത്തിന്റെ ലക്ഷണം. സൂത്രാർത്ഥോ വർണ്യതേയത്ര പദൈഃ സൂത്രാനുസാരിഭിഃ സ്വപദാനി ച വർണ്യന്തെ ഭാഷ്യം ഭാഷ്യവിദോ വിദുഃ. ഇതാണ് ഭാഷ്യത്തിന്റെ ലക്ഷണം. ഇത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതായത് ഈ പല ശബ്ദങ്ങൾ പ്രയോഗിക്കും. വ്യാഖ്യാനത്തിനാണ് ഇതൊക്കെ പറയുന്നത്. ഭാഷ്യം എന്ന് പറഞ്ഞാലും വ്യാഖ്യാനമാണ്, വ്യാഖ്യാനം എന്ന് പറഞ്ഞാലും വ്യാഖ്യാനമാണ്. അതുപോലെ വാർത്തികം എന്ന് പറയുന്നത് വ്യാഖ്യാനമാണ്, വൃത്തി എന്ന് പറയുന്നത് വ്യാഖ്യാനമാണ്. പക്ഷെ ഇതിനൊക്കെ ശാസ്ത്രകാരന്മാർ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ രൂപം എന്തായിരിക്കണം. വൃത്തി എന്ന് പറയുമ്പോൾ സംക്ഷേപത്തിലുള്ള വ്യാഖ്യാനമായിരിക്കും. അതിനെയാണ് വൃത്തി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഭാഷ്യം എന്താണ്? അതിലെ സൂത്ര അനുസാരിഭിഹി, സൂത്രങ്ങളെ ആണ് വ്യാഖ്യാനിക്കുന്നെങ്കിൽ സൂത്രത്തിനനുസരിച്ച്, മന്ത്രങ്ങളെയാണ് വ്യാഖ്യാനിക്കുന്നെങ്കിൽ മന്ത്രത്തിനനുസരിച്ച് അങ്ങനെ വ്യാഖ്യാനിക്കണമെന്നാണ്. അതുപോലെ സ്വപദാനിച്ച വർണ്യന്തെ, ചിലപ്പോൾ ചില പദങ്ങൾ ഉപയോഗിച്ചത് എല്ലാവർക്കും മനസ്സിലാകില്ല എന്ന് തോന്നിയാൽ ആ പദങ്ങൾക്ക് ഭാഷ്യകാരൻ തന്നെ പറഞ്ഞ പദങ്ങൾക്കും ഉത്തരമായിട്ടും അതിന് വ്യാഖ്യാനമായിട്ടും മറ്റൊരു പദവും പറയാം, അതിനെയും വ്യാഖ്യാനിക്കാം. അപ്പോൾ സൂത്രത്തിലെ പദങ്ങൾ വ്യാഖ്യാനിക്കുന്നതോടൊപ്പം സ്വപദാനിച്ച വർണ്യന്തെ. അപ്പൊ നമ്മളൊരു പദം പറയുമ്പോൾ അതിന് വ്യാഖ്യാനം വേണ്ടി വന്നാൽ അതും പറയും. അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് ഭാഷ്യത്തിന്റെ രീതി. അപ്പൊ അത് ഭാഷ്യം. പിന്നെ കുമാരല ഭട്ടന്റെ ശ്ലോക വാർത്തികം. ആ വാർത്തികം അതിനെയാണ് നമ്മൾ വ്യാഖ്യാനമായിട്ട് പറഞ്ഞത്. വാർത്തികം എന്ന വ്യാഖ്യാനം. ഈ വാർത്തിക വ്യാഖ്യാനത്തിലാണ് കുമാരല ഭട്ടൻ നാസ്തിക ദർശനങ്ങളെ ഖണ്ഡനം ചെയ്തിരിക്കുന്നതും അതുപോലെ മീമാംസാ സിദ്ധാന്തത്തിന് ഒരു പ്രാമാണിക പദ്ധതി ആവിഷ്കരിച്ചതും അതുപോലെ തന്നെ പുരുഷാർത്ഥ സിദ്ധിയും പിന്നെ വേദത്തിന്റെ അപൗരുഷേയതയും വേദത്തിന്റെ സ്വരൂപസിദ്ധിയും ഒക്കെ വളരെ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രന്ഥം 3 തരത്തിലാണ് പ്രകടമായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജന്മകാലം 7ാമത്തെ ശതകത്തിന്റെ അവസാനം എന്നാണ് കരുതപ്പെടുന്നത്. ശങ്കരാചാര്യ സ്വാമിജികളെ കണ്ടു എന്ന ആ കഥയുടെ അടിസ്ഥാനത്തിലൊക്കെ 7ാമത്തെ ശതകത്തിന്റെ ആ സമയത്താണ് പറയുന്നത്. അതില് അദ്ദേഹം മീമാംസാ ദർശനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം പാദത്തിന് എഴുതിയ വ്യാഖ്യാനത്തിന് ശ്ലോകവാർത്തികം എന്നാണ് പേര്. മീമാംസാ ദർശനത്തിന്റെ 1-ാം പാദത്തിലെ 1-ാമത്തെ ശ്ലോകം, 1-ാമത്തെ പാദം, അതിന്റെ വ്യാഖ്യാനത്തിന് ശ്ലോകവാർത്തികം എന്ന് പറയുന്നു. പിന്നെ 2-ാം പാദം തുടങ്ങി 3-ാം അധ്യായം മുഴുവൻ വരെയുള്ള വ്യാഖ്യാനത്തിനെയാണ് തന്ത്രവാർത്തികം എന്ന് പറയുന്നത്. ഒരു ഗ്രന്ഥത്തിന്റെ തന്നെ പല വ്യാഖ്യാനത്തിന്റെ പേരുകളാണ്. തന്ത്രവാർത്തികം എന്ന് പേര്. അത് കഴിഞ്ഞാൽ 4-ാമത്തെ അധ്യായം തുടങ്ങി 12 അധ്യായം വരെയുള്ള ഭാഗം, ശേഷിച്ച ഭാഗം മുഴുവൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ആ വ്യാഖ്യാനത്തിന്റെ പേരാണ് ടുപ് ടീക്ക. ടുപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംക്ഷേപം എന്നാണ് അർത്ഥം. നമ്മൾ അനുഷ്ടുപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ടുപ്പ് എന്ന് പറഞ്ഞാൽ സംക്ഷേപത്തിലുള്ള ടുപ് ടീക്ക എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ 3 തരത്തിലുള്ള വ്യാഖ്യാനം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു
പ്രഭാകര മിശ്രൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖ ശിഷ്യനായിരുന്നു. അദ്ദേഹം അതേ സമയത്ത് തന്നെയാണ് ജീവിച്ചിരുന്നത്. ഈ പ്രഭാകരന്റെ മറ്റൊരു പേരാണ് ഗുരു എന്ന് അദ്ദേഹത്തിന് ആദരവോട് വിളിക്കുന്നൊരു പേരാണ്. ശാസ്ത്രങ്ങളിൽ ഗുരുമതം എന്നാണ് പറയുക പ്രഭാകര സിദ്ധാന്തത്തെ. അങ്ങനെ പറയാൻ കാരണമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഐതിഹ്യം, ഗുരുവായ കുമാരില ഭട്ടര് തന്നെ പ്രഭാകരന്റെ ആ വിശേഷ കഴിവിനെ, ശിഷ്യന്റെ ആ വിശേഷ ബുദ്ധിയെയും കഴിവിനെയും കണ്ടുകൊണ്ട് ഗുരു എന്ന് വിശേഷിപ്പിച്ചു എന്നാ പറയുന്നത്. അപ്പൊ അദ്ദേഹം ഒരു സ്നേഹത്തില് ശിഷ്യനെ ഗുരു എന്ന് വിളിച്ചിരുന്നു. അങ്ങനെയാണ് പിൽക്കാലത്ത് ഗുരുമതം എന്ന രീതിയിൽ അത് അറിയപ്പെട്ടത്. ഇപ്പൊ ഗുരുമതത്തില് ചില വ്യത്യാസങ്ങളുണ്ട്. അതിപ്പോ നമ്മൾ 3 പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ വ്യത്യാസങ്ങളെ കുറിച്ച് പറയും. അദ്ദേഹം ഇതേപോലെ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് സൂത്രങ്ങൾക്കും ഭാഷ്യത്തിനും. അതിന് പേര് 2 ഗ്രന്ഥങ്ങളാണുള്ളത്. ഒന്നിന് പേര് ലൗഘീ വിവരണമെന്നും മറ്റേതിന് പേര് ബൃഹദീ നിബന്ധനമെന്നുമാണ്. ഇതില് ഈ 2 ഗ്രന്ഥങ്ങളില് ബൃഹദീ നിബന്ധനമാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. മറ്റേ ഗ്രന്ഥം പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല. ബൃഹദീ നിബന്ധനത്തിന് പ്രകാശനം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഗുരു എന്ന പേര് വരാനൊരു സംഭവം പറയുന്നത്, പഠിക്കുന്ന കാലത്ത് വളരെ ബുദ്ധിമാനായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഗുരു പറയുന്ന സമയത്തും എന്തെങ്കിലും ഗുരു പറയുന്നതിനോട് ചേർക്കാനോ അല്ലെങ്കിൽ അതിന് കുറച്ച് വിസ്താരം വേണ്ടതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഗുരുവിനെ അറിയിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ പലവട്ടം സംഭവിച്ചു. ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായത് പറയുന്നത്, ഒരു ശ്ലോകം ഭട്ടര് എഴുതിയ തന്നെ ആയിട്ടുള്ള ശ്ലോകമായിട്ടാണ് പറയുന്നത്. അത് അദ്ദേഹം തന്നെ അന്വയിച്ച് പഠിപ്പിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് അദ്ദേഹത്തിന് ആ ശ്ലോകത്തിന്റെ ഒരു പദത്തിൽ സംശയം വന്നു. അങ്ങനെ സംശയം വന്നു, ആരും ഒന്നും മിണ്ടിയില്ല. അവിടെ ഗ്രന്ഥം വച്ച് അദ്ദേഹം പുറത്തു പോയി, എന്തെങ്കിലും ആ സമയത്തുണ്ടായ കാര്യത്തിന് വേണ്ടി പുറത്തു പോയി. അദ്ദേഹം മടങ്ങി വരുമ്പോ ആ വിട്ടുപോയ പദത്തിന് അർത്ഥം ശരിയായിട്ട് പ്രഭാകരൻ അവിടെ ടേബിളിൽ എഴുതി വച്ചിരുന്നു എന്നാണ്. അപ്പൊ അത് കണ്ടിട്ടാണ് അദ്ദേഹം പ്രസന്നനായിട്ട്, ഇത്രയും നല്ല ബുദ്ധിയുള്ള ആളാണ്, കഴിവുള്ള ആളാണെന്ന് പ്രസന്നനായിട്ട് ശിഷ്യന്മാരുടെ മുമ്പ് വെച്ച് നീ തന്നെയാണ് ഗുരു, നീ ഗുരുവാണ് എന്ന് വിളിച്ചു എന്നാണ് പറയുന്നത്. ആ ശ്ലോകം ഇങ്ങനെയാണ്. ശ്ലോകത്തിന്റെ ഒരു പാദം, തത്ര തുനോക്തം അത്രാപിനോക്തമിതി ന പുനരുക്തം. തത്ര തുനോക്തം അത്രാപിനോക്തം ഇതി ന പുനരുക്തം. തത്ര തുനാ ഉക്തം, തുനോക്തം. അത് ഈ പദച്ഛേദം ചെയ്യുന്നതിലാണ് ഇതിന്റെ രഹസ്യം. അവിടെ തു ന ഉക്തം എന്നാക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടില്ല എന്നാകും. പിന്നെ രണ്ടാമത്തെ വാക്യം അത്രാപി ന ഉക്തം. അത്രാപി, ഇവിടെയും ന ഉക്തം, പറഞ്ഞിട്ടില്ല. അപ്പൊ അവിടെയും പറഞ്ഞിട്ടില്ല, ഇവിടെയും പറഞ്ഞിട്ടില്ല. ഇതി എന്നതുകൊണ്ട് ന പുനരുക്തം, ആ പുനരുക്തി ആകുന്നില്ല. പുനരുക്തി ഒരു ദോഷമാണ്, പുനരുക്തി പാടില്ലാത്തതാണ്. അപ്പൊ ഇങ്ങനെയാണ് ശ്ലോകത്തിന്റെ ആ രൂപം വന്നിരിക്കുന്നത്. അപ്പൊ പുനരുക്തി ഇല്ലാതാകുന്നത് എങ്ങനെയാ? ഇപ്പൊ പറയാത്ത കാര്യത്തിൽ എങ്ങനെയാ പുനരുക്തി ഇല്ലാതാകുക? പറയുമ്പോഴാണല്ലോ പുനരുക്തി ഉണ്ടാകുക. അപ്പൊ അതിനെ ശരിയായിട്ട് മനസ്സിലാക്കുമ്പോ ഇങ്ങനെയാണ്, തത്ര തുനാ ഉക്തം.
തു എന്ന പദം കൊണ്ട് അവിടെ പറഞ്ഞു. തുന എന്ന് പറയുന്നത് തു എന്ന അവ്യയമാണ്. നമ്മൾ പരന്തു എന്നതിലൊക്കെ ഉപയോഗിക്കുന്ന തു എന്ന അവ്യയം സംസ്കൃതത്തിൽ ബട്ടിന് വേണ്ടിയിട്ട് എന്നാൽ എന്ന അർത്ഥത്തിലാണ് തു ഉപയോഗിക്കുന്നത്, നമുക്കറിയാം. അപ്പൊ അവിടെ തുന ഉക്തം എന്ന് പറഞ്ഞാൽ ആ തു എന്ന ശബ്ദം കൊണ്ട് പറഞ്ഞു എന്നാണ് അർത്ഥം. അത്ര ഇവിടെയാണെങ്കിലോ അടുത്ത പ്രകരണത്തിൽ അപിനാ ഉക്തം, അപി എന്ന പദം കൊണ്ട് പറഞ്ഞു. ഈ രണ്ടും മിക്കവാറും ഒരേ അർത്ഥത്തിൽ വരുന്നതാണ്, തൂവും അപിയും. അപ്പൊ അപി നാ ഉക്തം എന്നല്ല വേണ്ടത്, അപിനാ ഉക്തം എന്നാണ്. അപി ശബ്ദം കൊണ്ട് പറഞ്ഞു എന്നാ വേണ്ട. അങ്ങനെ വരുമ്പോ രണ്ട് സ്ഥലത്തും പറഞ്ഞു. ഒരിടത്ത് തു ശബ്ദം കൊണ്ട് പറഞ്ഞു, മറ്റൊരിടത്ത് അപി ശബ്ദം കൊണ്ട് പറഞ്ഞു. അങ്ങനെ വന്നപ്പോ അത് ശ്ലോകത്തിന്റെ അർത്ഥം ശരിയായി. അതുകൊണ്ട് അങ്ങനെ രണ്ട് സ്ഥലത്തും പറഞ്ഞതുകൊണ്ട് പുനരുക്തി ഇല്ല എന്ന് മനസ്സിലാക്കണം. ഒരു സ്ഥലത്ത് തു കൊണ്ടാണ് പറഞ്ഞത്, മറ്റേ സ്ഥലത്ത് അപി കൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഇതിൽ പദച്ഛേദം ചെയ്ത സമയത്ത് ചിലപ്പോ വയസ്സായപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാം. വ്യാഖ്യാനിച്ച് വരുമ്പോൾ ചിലപ്പോൾ പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാം. അപ്പൊ അങ്ങനെ മാറിപ്പോയതായിരിക്കാം. ആ സമയത്ത് അദ്ദേഹം അത് ശുദ്ധമാക്കി എന്നുള്ളതാണ് ഈ ഗുരു എന്ന് അദ്ദേഹത്തിനെ വിളിക്കാനുള്ള കാരണമായിട്ട് പറയുന്നത്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ആ ഒരു ഗുരുവിന്റെ ശരിയായിട്ടുള്ള ഭാവം ശിഷ്യനോടുള്ള ഭാവമാണ്. ആ ഒരു എമോഷൻ സാധാരണ രീതിയിൽ എന്താണ് ഇപ്പൊ കരുതുക, ഗുരുക്കന്മാരുടെ തെറ്റ് കണ്ടുപിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അപരാധമാണ്. അല്ല, ഗുരുവിന് ദ്വേഷം ഉണ്ടാവും ശിഷ്യനോട്, ശിഷ്യന്റെ ബുദ്ധിയിലും അറിവിലും. അല്ലെങ്കിൽ പറയുന്നത് നീ അഹങ്കാരിയാണ് എന്ന് പറയും. അല്ലെങ്കിൽ ചെയ്യുന്നത് തെറ്റ് പറ്റിയാലും അത് തെറ്റെന്ന് സമ്മതിക്കാതെ അതിനെ വളച്ചൊടിച്ച് ശരിയാക്കാൻ ശ്രമിക്കും. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് സാധാരണ. പക്ഷെ കുമാരല ഭട്ടൻ അങ്ങനെ ചെയ്യാതെ അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിച്ചു എന്നാണ്. അതാണ് ശരിക്കും ഒരു ഗുരുവിന്റെ ധർമ്മം. തന്നിലും തെറ്റ് കണ്ടുപിടിക്കാൻ ശിഷ്യൻ തയ്യാറാകുമ്പോൾ, നമ്മുടെ ആചാര്യന്മാർക്ക് പറയുന്നുണ്ട്, അങ്ങനെ തയ്യാറാകുമ്പോൾ ശിഷ്യൻ പൂർണ്ണമായും തയ്യാറായി എന്ന് തെളിയുകയാണെന്നാണ്. വ്യാകരണമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആചാര്യന്മാർ ഇടയ്ക്ക് പറയാറുള്ളതാണ്. അതായത് ശിഷ്യൻ ശരിക്കും വ്യാകരണം ശരിക്കും പഠിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. എങ്ങനെയാ മനസ്സിലാകുക എന്ന് ചോദിച്ചാൽ, ഗുരു പറയുന്നതിലുള്ള തെറ്റുകൾ പരസ്പരം ചെയ്ത് ഇങ്ങനെ പറയുന്നതല്ല അത് ഇങ്ങനെയാകാം എന്ന വികല്പങ്ങൾ പറയാൻ തുടങ്ങുമ്പോഴാണ് അപ്പോൾ അയാൾ തയ്യാറായി, അയാൾ വീണ്ടും പഠിപ്പിക്കാറായി എന്ന് പറഞ്ഞ് ഗുരു ആനന്ദിക്കുകയാണ് ചെയ്യുക. തന്നെ പോലെ തന്നെ ശിഷ്യനെ ആക്കണം, അല്ലെങ്കിൽ തനിക്ക് കിട്ടിയതിലും കൂടുതൽ അറിവും ബുദ്ധിയുള്ള ആളായിരിക്കണം ശിഷ്യൻ എന്ന വാത്സല്യഭാവത്തോടു കൂടിയായിരിക്കും ഗുരു പഠിപ്പിക്കുക. അത് നമുക്ക് ഈ കഥയിൽ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പ്രഭാകര മിശ്രന്റെ മതം, അതിലെ സിദ്ധാന്ത ഭേദം വന്നതിൽ ശരിക്കു പറഞ്ഞാൽ ഗുരു പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ രീതിയിൽ വ്യാഖ്യാനിച്ചു. അതാണ് രണ്ട് പ്രസ്ഥാനങ്ങളായത്. അതായത് ഗുരുവിന്റെ വേറെ പ്രസ്ഥാനവും ശിഷ്യന്റെ വേറെ പ്രസ്ഥാനവും, രണ്ട് പന്ഥാക്കളായി, രണ്ട് മാർഗങ്ങളായി. അതിൽ ആദ്യത്തെ സൂത്രത്തിന്റെ വ്യാഖ്യാനം മുതൽക്ക് തന്നെ പ്രഭാകരൻ തന്റെ പക്ഷം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതിലുള്ള അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇത് സമകാലത്താണ് സംഭവിച്ചത്. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ അത് ചെയ്തിട്ടും അത് അംഗീകരിച്ചിരുന്നു. ആ രീതിയിൽ ഉണ്ട്. അങ്ങനെ വ്യാഖ്യാനിച്ചു പോയതിലാണ് പ്രഭാകരന്റെ വ്യാഖ്യാനം വേദാന്തത്തോട് അടുത്തെത്തിയത്. കുമാരല ഭട്ടന്റെ വ്യാഖ്യാനത്തില് ന്യായദർശനങ്ങളും മറ്റു ദർശനങ്ങളുമാണ് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് വിഷയമുണ്ട്. അദ്ദേഹം വളരെ വലിയൊരു പണ്ഡിതനായിരുന്നു കുമാരല ഭട്ടൻ. അനേകം ഭാഷകൾ അറിയാമായിരുന്നു. സംസ്കൃത ഭാഷയില് തമിഴ് ശബ്ദങ്ങളും മലയാള ശബ്ദങ്ങളും പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കുമാരല ഭട്ടന്റെ തന്ത്രവാർത്തികത്തിലാണ്. അദ്ദേഹം തമിഴ് ശബ്ദങ്ങളും മലയാള ശബ്ദങ്ങളും പ്രയോഗിച്ചിട്ടുണ്ട്. ഇത് പലർക്കും അറിയില്ല. ഇന്നിപ്പോ തമിഴ് ഭാഷയും ഹിന്ദി ഭാഷയൊക്കെ തമ്മിൽ ഉള്ള ഭേദം, ഇതിനെക്കുറിച്ചൊക്കെ ആൾക്കാര് വിവാദം ഉണ്ടാക്കുന്ന കാലമാണല്ലോ. അപ്പൊ അതില് തമിഴ് ഭാഷയുടെ ശബ്ദങ്ങള് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത്, പാമ്പ് എന്ന ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്. സർപ്പത്തിന് പാമ്പ് എന്ന ശബ്ദം കുമാരല ഭട്ടൻ വാർത്തികത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ആൽ എന്ന ശബ്ദം, അതായത് നമ്മള്
ആൽമരത്തിന് പറയുന്ന ആൽ എന്ന ശബ്ദം അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ചോറെന്ന ശബ്ദം, അതായത് അന്നത്തിന് ചോറെന്ന ശബ്ദം അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ തന്ത്രവാർത്തികത്തില് 1, 3, 10 1-ാം അധ്യായത്തില് 3-ാമത്തെ പാദത്തില് 10-ാമത്തെ ശ്ലോക വ്യാഖ്യാനത്തില് ഈ ലൗകിക ശബ്ദങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് വരും. നമ്മളത് കാണും ആ അധികരണം. അപ്പൊ അതില് ഇന്ന ശബ്ദങ്ങളൊക്കെ വേറെ വേറെ അർത്ഥത്തില് പ്രയോഗിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് പ്രമാണമാക്കേണ്ടതെന്ന് പറയുമ്പോൾ ഈ തമിഴ് ശബ്ദങ്ങൾ അദ്ദേഹം എടുത്ത് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മളിപ്പോ ചോറുന്നത് മലയാളത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, മലയാള ശബ്ദവും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം, അത്രയും നല്ല രീതിയിൽ അതിൽ റിസർച്ച് ചെയ്ത ഒരാളായിരുന്നു. അതുകൊണ്ടാണ് ഇന്നിപ്പോ മീമാംസ ദർശനയിൽ അത് പ്രമാണമായിരിക്കുന്നത്. മറ്റൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുമാരല ഭട്ടന്റെ ശ്ലോകവാർത്തികം എന്ന ഗ്രന്ഥം നമ്മൾ വായിച്ചിരിക്കേണ്ടതാണ്. അതിൽ ഉപയോഗിച്ചിരുന്ന യുക്തികള്, വേദവും വേദസംബന്ധമായിട്ടുള്ള കർമ്മങ്ങളെ കുറിച്ച് പറയുന്നതിൽ യുക്തികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അത് കഴിഞ്ഞാൽ മണ്ഡനമിശ്രന്റെ ഗ്രന്ഥത്തെ കുറിച്ചാണ് ഇതിൽ പറയുന്നിരുന്നത്. മണ്ഡനമിശ്രൻ കുമാരല ഭട്ടന്റെ ശിഷ്യനായിരുന്നു. ഇദ്ദേഹവുമായിട്ടാണ് ശങ്കരാചാര്യ സ്വാമിജികൾ വാദപ്രതിവാദം ചെയ്തത്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വിധി വിവേകം ഇപ്പോൾ കിട്ടുന്ന ഗ്രന്ഥമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമായിട്ടാണ് വിധി വിവേകം പറയുന്നത്. അതുപോലെ വിഭ്രമ വിവേകം, ഭാവനാ വിവേക, ഇങ്ങനെ 3 ഗ്രന്ഥങ്ങൾ. ഈ ഗ്രന്ഥങ്ങളെ 3-നെയും ചേർത്ത് വിവേകത്രയം എന്നാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. വിവേകത്രയം. പിന്നെ മീമാംസ അനുക്രമണിക, ഇപ്പൊ നമ്മൾ ഇവിടെ പഠിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മൂലഗ്രന്ഥം, അതിന്റെ സംക്ഷേപ രൂപത്തിൽ ഇപ്പൊ തയ്യാറാക്കിയിട്ടുള്ളത് ഈ ഗ്രന്ഥം അനുസരിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, മീമാംസ അനുക്രമണിക എന്ന ഗ്രന്ഥം. പിന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള മറ്റൊരു ഗ്രന്ഥമാണ് സ്ഫോടസിദ്ധി. സ്ഫോടം എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ അർത്ഥം അറിയുന്നതിലുള്ള ഒരു പ്രത്യേക സിദ്ധാന്തമാണ് സ്ഫോട സിദ്ധാന്തം. ആ സ്ഫോട സിദ്ധാന്തത്തിനെ സംബന്ധിച്ച്, വേദവാക്യങ്ങളെ കുറിച്ച് സംബന്ധിച്ച് പറയുന്ന ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥങ്ങളൊക്കെ ഇന്ന് കിട്ടിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. ഇതിനെക്കുറിച്ചുള്ള റെഫറൻസും ഉണ്ട്, ഗ്രന്ഥങ്ങളായിട്ടുമുണ്ട്. അത് കഴിഞ്ഞാൽ മുരാരി മിശ്രന്റേതാണ് 3-ാമത്തെ പന്ഥാവ്. ഇപ്പോ പ്രസ്ഥാനത്രയമെന്ന് വേദാന്തത്തിൽ നമ്മൾ പറയുന്നത് പോലെ മീമാംസയുടെ പ്രസ്ഥാനത്രയമാണ് ഭാട്ടസിദ്ധാന്തം കുമാരല ഭട്ടന്റെ, ഗുരുമതം പ്രഭാകരന്റെ, 3-ാമത്തത് മുരാരി മിശ്രയുടെ. മുരാരി മിശ്ര 11-ാമത്തെ ശതകത്തിലാണ് ജീവിച്ചിരിക്കുന്നതെന്ന് കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ 2 ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. ത്രിപാദ നീതി. മീമാംസ ദർശനത്തിന്റെ ആദ്യത്തെ 3 പാദങ്ങൾക്ക് വ്യാഖ്യാനമാണത്. ഏകാദശ അധ്യായ അധികരണം എന്ന് മറ്റൊരു ഗ്രന്ഥം ഉണ്ടായിരുന്നു. ഈ 2 ഗ്രന്ഥവും ഇതേ രൂപത്തിൽ ഇപ്പോൾ കിട്ടിയിട്ടില്ല. മുരാരി മിശ്രയുടെ അഭിപ്രായങ്ങൾ പറയുന്ന അദ്ദേഹത്തിന്റെ പരമ്പരയിൽ വന്ന മറ്റ് ശിഷ്യന്മാരുടെ ഗ്രന്ഥത്തിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന്. അദ്ദേഹവും വലിയൊരു വിദ്വാനായിരുന്നു. അപ്പോൾ പദാർത്ഥ വിവേകത്തില് ഈ ഭേദം നമുക്കറിയാം. നമ്മൾ പദാർത്ഥ വിവേകം പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കും. അത് കഴിഞ്ഞാൽ മാധവാചാര്യര് 15-ാമത്തെ ശതകത്തിൽ വന്നതാണ്. അദ്ദേഹത്തിന്റെ മീമാംസ സംബന്ധമായ പ്രധാന ഗ്രന്ഥം ജൈമിനി ന്യായമാല വിസ്താരഃ. ഇതിന്ന് പ്രാപ്യമാണ്, എല്ലാവരും പഠിക്കുന്ന ഗ്രന്ഥമാണിത്. ജൈമിനി ന്യായമാല വിസ്താരഃ. ഓരോ അധികരണങ്ങളുടെയും വിഷയം, 5 അവയവങ്ങളാകുന്ന വിഷയങ്ങളെ എടുത്ത് പറയുന്ന ഗ്രന്ഥമാണ് ജൈമിനി ന്യായമാല എന്ന് പറയുന്നത്. പിന്നെ പാർത്ഥസാരഥി മിശ്ര 12-ാം ശതകത്തിൽ തന്നെ ജീവിച്ചിരുന്ന ആളാണ്. ഇദ്ദേഹം കുമാരല ഭട്ടന്റെ അനുയായിയാണ്. ഭാട്ടമതം അനുസരിച്ചാണ് ഇദ്ദേഹം ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. അത് സൂത്രങ്ങൾക്കും ഭാഷ്യത്തിനും അനുസരിച്ച ഗ്രന്ഥം ശ്ലോകബദ്ധമായിട്ടും പിന്നെ ഗദ്യരൂപത്തിലും 2ഉം ചേർത്ത് ശാസ്ത്രദീപിക എന്ന ഗ്രന്ഥമാണ്.
ഈ ഗ്രന്ഥം ഇന്നുണ്ട്. ശാസ്ത്രദീപിക വളരെ വളരെ നല്ല ഗ്രന്ഥമാണ്. സരളമായ രീതിയിൽ മീമാംസ ദർശനത്തിൻ്റെ പ്രാമാണികത, അതായത് പ്രമാണങ്ങളെയും അതിൻ്റെ വിഷയങ്ങളെയും നന്നായിട്ട് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ന്യായരത്നമാല എന്ന ഗ്രന്ഥവും തന്ത്രരത്നം എന്ന ഗ്രന്ഥവും ഉണ്ട്. 3 ഗ്രന്ഥങ്ങളാണ് ഇദ്ദേഹം രചിച്ചത്. അത് കഴിഞ്ഞാൽ അന്നം ഭട്ട, വളരെ പ്രസിദ്ധനാണ് അന്നം ഭട്ടൻ. തർക്കസംഗ്രഹത്തിൻ്റെ രചയിതാവെന്ന രീതിയിൽ നമുക്കറിയാം. 14ാമത്തെ ശതകത്തിൽ ജീവിച്ചിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. അദ്ദേഹവും മീമാംസയിൽ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. സുബോധിനി എന്ന ഗ്രന്ഥം, ന്യായസുധ, രണകഭക്തിക വ്യാഖ്യ എന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. രണകഭക്തിക എന്ന് പറയുന്നത് മീമാംസയുടെ സൂത്രസംബന്ധമായ വ്യാഖ്യാന ഗ്രന്ഥമായിരുന്നു. അതിൻ്റെ വ്യാഖ്യാനമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പയ്യ ദീക്ഷിതര് 16ാമത്തെ ശതകത്തില് അപ്പയ്യ ദീക്ഷിതര് ജീവിച്ചിരുന്നു. അദ്ദേഹം അനേകം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാ ശാസ്ത്ര വിഷയങ്ങളിലും നല്ല പണ്ഡിതനായിരുന്നു, സർവശാസ്ത്ര വിശാരദനായിരുന്നു. അദ്ദേഹം മീമാംസ ദർശനത്തിന് വിധിരസായനം, വാദനക്ഷത്രമാല, മയൂഖാവലി, ഈ 3 ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റെ ഉപലബ്ധമാണ്. വിധിരസായനം, വാദനക്ഷത്രമാല, പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ആചാര്യന്മാരുടെയൊക്കെ ഒരു നല്ല നിർദ്ദേശം ഈ വാദനക്ഷത്രമാല എന്ന ഗ്രന്ഥത്തിലുണ്ട്. ഇത് പണ്ട് വാണിവിലാസം പ്രകാശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും പ്രകാശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ 17ാമത്തെ ശതകത്തിൽ ജീവിച്ചിരുന്ന ആപദേവൻ എന്ന മീമാംസകൻ, അദ്ദേഹത്തിൻ്റെ മീമാംസാ ന്യായപ്രകാശം എന്ന ഗ്രന്ഥം പ്രസിദ്ധമാണ്. ഇന്ന് മീമാംസാ ശാസ്ത്രം പഠിക്കുന്നവരെ ഈ ഗ്രന്ഥമാണ് പഠിപ്പിക്കുക. മീമാംസാ ദർശനം പഠിപ്പിച്ചു തുടങ്ങുന്നത് അർത്ഥസംഗ്രഹം എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മീമാംസാ പരിഭാഷ, അത് കഴിഞ്ഞാൽ മീമാംസാ ന്യായപ്രകാശം. ഇത് 3 മീമാംസയുടെ പ്രകരണ ഗ്രന്ഥങ്ങളാണ്, ആദ്യം പഠിക്കേണ്ട ഗ്രന്ഥങ്ങൾ. അതിൽ ആപദേവൻ എഴുതിയതാണ് മീമാംസ പ്രകാശം. പിന്നെ അധികരണ ചന്ദ്രിക എന്നൊരു ഗ്രന്ഥവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഗ്രന്ഥത്തിന്റെ അതേ രൂപത്തിലുള്ളതാണ്. ഓരോ അധികരണങ്ങളുടെ താത്പര്യം അതിൽ വിവേചനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആചാര്യന്മാരെയൊക്കെ ഇടയ്ക്ക് നമ്മൾ ഉദ്ധരിക്കും അതത് വിഷയങ്ങളെ സംബന്ധിച്ച്. പിന്നെ ഇപ്പോൾ പറഞ്ഞ മീമാംസാ പരിഭാഷ എന്ന ഗ്രന്ഥം, നമ്മൾ പഠിക്കുന്ന ഗ്രന്ഥം, അതെഴുതിയത് കൃഷ്ണയജ്വൻ എന്ന 18ാമത്തെ ശതകത്തിൽ ജീവിച്ചിരുന്ന ആചാര്യനായിരുന്നു. പിന്നെ 17ാമത്തെ ശതകത്തിൽ ജീവിച്ചിരുന്ന കൗണ്ഡദേവ എന്ന ആചാര്യൻ ഭാട്ടമത ദീപിക എന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഇവരൊക്കെ കുമാരലി ഭട്ടന്റെ അനുയായികളായിട്ട് വരുന്നവരാണ്. കുമാരലി ഭട്ടന്റെ അനുയായികളാണ് ഏറ്റവും കൂടുതലുള്ളത് മീമാംസ ദർശനത്തിൽ. പിന്നെ 17ാമത്തെ ശതകത്തിൽ ജീവിച്ചിരുന്ന ഖണ്ഡദേവ മിശ്ര, അദ്ദേഹം ഭാട്ടരഹസ്യം എന്ന പുസ്തകവും മീമാംസ കൗസ്തുഭം എന്ന പുസ്തകവും ഭാട്ടദീപിക എന്ന പുസ്തകവും എഴുതിയിട്ടുണ്ട്. ഇത് 3 ഗ്രന്ഥങ്ങൾ ഉപലബ്ധമാണ്. അതിൽ മീമാംസ കൗസ്തുഭം എന്ന ഗ്രന്ഥത്തിന് നമ്മുടെ ആധുനിക കാലത്ത് വളരെ മീമാംസാ ദർശനത്തിൽ പ്രസിദ്ധനായിരുന്ന ചിന്നസ്വാമി ശാസ്ത്രികൾ എന്ന് പറഞ്ഞ് പേരിൽ അദ്ദേഹം വാരണാസിയിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം അതിന് നല്ലൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. മീമാംസയുടെ ഒരു മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. അവസാനമായിട്ട് മീമാംസ ദർശനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ധർമ്മശാസ്ത്രത്തിന്റെ ജഡ്ജ് എന്ന രീതിയിൽ കോർട്ടിൽ നിയുക്തനായിരുന്ന ആളായിരുന്നു അദ്ദേഹം. അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് വരെ, ബ്രിട്ടീഷുകാരുടെ അവസാനം വരെ എല്ലാ കോർട്ടിലും, മുഖ്യമായിട്ടുള്ള കോർട്ടുകളിലൊക്കെ നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ മീമാംസയുടെയൊക്കെ ആചാര്യന്മാരെ ഒരു ജഡ്ജായിട്ട് നിയമിച്ചിരുന്നു. അതെന്തിനാണ് അവർ ചെയ്തിരുന്നു വെച്ചാൽ, ഹിന്ദു മത സംബന്ധമായിട്ട് ഏതെങ്കിലും കേസ് വരുമ്പോൾ അതിൻ്റെ വിധി പറയുന്നതിന് മുമ്പ് അവരുമായിട്ട് പരാമർശം ചെയ്യുമായിരുന്നു.
ആ മതസംബന്ധമായ ആചാര്യനുമായിട്ട് പരാമർശം ചെയ്യുമായിരുന്നു. അത് വളരെ ആവശ്യമായിരുന്ന കാര്യമാണ്. കാര്യം പല കാര്യങ്ങളും നിശ്ചയിക്കുന്നത് നിയമത്തിന് വിധേയമായിട്ടാണ് നിശ്ചയിക്കുന്നതൊക്കെ. പക്ഷെ പല കാര്യങ്ങളും നിയമത്തിന് വിധേയമായിട്ട് മാത്രം നിശ്ചയിക്കുമ്പോൾ അതിൽ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ പല കാര്യങ്ങളും അങ്ങനെ കാണുന്നതാണ്. അപ്പൊ ആ സമയത്ത് അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കാൻ, യഥാർത്ഥമായ രൂപം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പോസ്റ്റാണ്, ഒരു പദമാണ് ഈ ദർശനശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ധർമ്മശാസ്ത്രത്തിന്റെ ജഡ്ജ് എന്ന രീതിയിൽ. അങ്ങനെ അവസാനം ഉണ്ടായിരുന്ന ആളാണ് ഈ ചിന്നസ്വാമി. അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമൊക്കെ പിന്നെ 56-ലോ 57-ലോ ആണെന്ന് തോന്നുന്നു ആ പോസ്റ്റ് തന്നെ എടുത്തു മാറ്റി. ആ പദം തന്നെ ഇപ്പൊ ഇല്ല. ഇപ്പൊ കോർട്ടിൽ അങ്ങനെ ഒരു സ്ഥാനം ഇല്ല. അപ്പൊ ആ ഒരു സ്ഥാനം അലങ്കരിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹം മീമാംസാ കൗസ്തുഭത്തിനും മറ്റ് പല ഗ്രന്ഥങ്ങൾക്കും അദ്ദേഹം വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു പട്ടാഭിരാമ ശാസ്ത്രികൾ. അദ്ദേഹവും വളരെ പ്രസിദ്ധനായ ആളാണ്. അദ്ദേഹത്തിന് പത്മശ്രീയും പത്മവിഭൂഷണവും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരുപാട്, അതായത് ഇപ്പോൾ നമ്മുടെ സംസ്കൃത പ്രതിഷ്ഠാന്റെ ആദ്യകാലത്തെ പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ അതിനൊക്കെ വലിയ പ്രേരണയായിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഇദ്ദേഹം, നമ്മുടെ പട്ടാഭിരാമ ശാസ്ത്രികൾ. അദ്ദേഹം ചിന്നസ്വാമി ശാസ്ത്രികളുടെ ശിഷ്യനായിരുന്നു. അത് കഴിഞ്ഞാൽ ചിദാനന്ദ പണ്ഡിത, അദ്ദേഹം എപ്പോഴാണ് ജീവിച്ചിരുന്നതെന്ന് കൃത്യമായ ഒരു അറിവ് കിട്ടിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ നീതി തത്വ വിമർശം എന്ന ഗ്രന്ഥം പല സ്ഥലത്തും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് പ്രമാണ സംബന്ധമായ, മീമാംസയുടെ പ്രമാണ സംബന്ധമായ ഗ്രന്ഥമായിരുന്നു. അത് കഴിഞ്ഞാൽ 17-ാമതായി വരുന്നത് നന്ദീശ്വരൻ എന്ന പേരിൽ 14-ാമത്തെ ശതകത്തിൽ ജീവിച്ചിരുന്ന വലിയ പണ്ഡിതൻ. അദ്ദേഹം പ്രഭാകര വിജയം എന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം പ്രഭാകര മതത്തെ അനുയായിയായിരുന്നു. പ്രഭാകര മത അനുയായിയായതും അതുപോലെ പ്രഭാകര സിദ്ധാന്തത്തിന്റെ പല രഹസ്യങ്ങളും അറിയാൻ കഴിയുന്നതും ഇദ്ദേഹത്തിന്റെ ഈ പ്രഭാകര വിജയം എന്നുള്ള ഗ്രന്ഥത്തിൽ നിന്നാണ്. ആ ഗ്രന്ഥം ഇന്ന് ഉപലബ്ധമാണ്. പിന്നെ നാരായണ തീർത്ഥൻ 18-ാമത്തെ ശതകത്തില് ഭാട്ട പരിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നാരായണ ഭട്ടതിരി, നമുക്കറിയാവുന്ന നാരായണ ഭട്ടതിരി തന്നെയാണ് നാരായണീയം എഴുതിയിട്ടുള്ള നാരായണ ഭട്ടതിരി. അദ്ദേഹം മാനമേയോദയം എന്ന ഗ്രന്ഥവും തന്ത്രവാർത്തിക നിബന്ധം എന്ന ഗ്രന്ഥവും മീമാംസയിൽ രചിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് കേരളത്തിൽ മീമാംസ ദർശനം വളരെ പ്രചാരത്തിലുണ്ടായിരുന്നു. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ അന്ന് പണ്ഡിതരാകണമെങ്കിൽ മീമാംസാ ദർശനം പഠിക്കണമായിരുന്നു. അപ്പോൾ നാരായണ ഭട്ടതിരി എഴുതിയ ആ മാനമേയോദയം എന്ന ഗ്രന്ഥം ഇപ്പോൾ പ്രകാശനത്തിലുണ്ട്. നമ്മളൊക്കെ അത് പഠിക്കാറുണ്ട്. കാരണം മീമാംസയുടെ പ്രമാണത്തെക്കുറിച്ച് പറയുന്ന വേദാന്ത പരിഭാഷ പോലെ, വേദാന്തത്തിന്റെ ഗ്രന്ഥം എന്നതുപോലെ, ശരിക്കും പറഞ്ഞാൽ വേദാന്ത പരിഭാഷ പറയുന്നത് തന്നെ ഈ മാനമേയോദയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ പറഞ്ഞ പൂർവമീമാംസാ ന്യായങ്ങളെ ഒരു സംഗ്രഹിച്ച് അല്ലെങ്കിൽ അതിൽ പറയാവുന്നതൊക്കെ ചേർത്താണ് വേദാന്ത പരിഭാഷ ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് രണ്ടും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കിയാൽ അറിയാം. ഈ ഗ്രന്ഥം ഇതിന്റെ പാണ്ഡുലിപി, അതായത് ഹസ്തലിപി കിട്ടിയത് തിരുവനന്തപുരം ട്രാവൻകൂർ ലൈബ്രറിയിൽ നിന്നായിരുന്നു. 1927 അത് കിട്ടിയത്. അതിനെ പിന്നെ കാശിയിൽ പ്രകാശനം ചെയ്തു. ഇപ്പോൾ ചൗഖമ്പ അത് പ്രകാശനം ചെയ്തിട്ട് ആ ഗ്രന്ഥം പ്രസിദ്ധമാണ്. അതിന് വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ വ്യാഖ്യാനം കിട്ടാനുണ്ട്. മാനമേയോദയം. തന്ത്രവാർത്തിക നിബന്ധം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ തന്ത്രവാർത്തികത്തിന്റെ വ്യാഖ്യാനമായിട്ടുള്ള ഗ്രന്ഥമാണ് നാരായണ ഭട്ടതിരി എഴുതിയത്. നീലകണ്ഠ ദീക്ഷിതൻ എന്ന 17-ാമത്തെ ശതകത്തിൽ വന്ന അദ്ദേഹം മീമാംസാ ന്യായ സംഗ്രഹം എന്ന ഗ്രന്ഥം എഴുതി. ഈ ന്യായ സംഗ്രഹം എന്ന് പറഞ്ഞാൽ ഓരോ അധികരണങ്ങളുടെയും സംഗ്രഹമാണെന്നാണ് അർത്ഥം. പിന്നെ ഭവദേവ ഭട്ടൻ എന്ന് 11-ാമത്തെ ശതകത്തിൽ ജീവിച്ചിരുന്നതായി കണക്കാക്കുന്ന ഇദ്ദേഹവും ഭാട്ടമതം അനുസരിച്ചിട്ടുള്ള ആചാര്യനായിരുന്നു. ഗ്രന്ഥത്തിന്റെ പേര് തൗത്താലികം എന്നാണ്.
അത് തൈതാലികം എന്നായി പോയി, തൗതാലികം എന്നാണ്. തൗതാലിക മതതിലകം. തൗതാലികൻ എന്നത് കുമാരലി ഭട്ടന്റെ പേരായിരുന്നു. കുമാരലി ഭട്ടന്റെ മറ്റൊരു പേരായിരുന്നു തൗതാലികൻ എന്ന്. ഇതിലൂടെയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു നമ്മൾ അറിയുന്നത്. അപ്പോൾ തൈ എന്നല്ല, അത് തൗ എന്നാ വേണ്ടത്. തൗതാദിക മതതിലകം. ഈ ഗ്രന്ഥം ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ചിന്നസ്വാമി ശാസ്ത്രികൾ തന്നെ അതിനെ സങ്കലനം ചെയ്ത് പ്രകാശിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥമാണ്. അദ്ദേഹമാണ് അതിൻ്റെ എഡിറ്റർ. ആ ഗ്രന്ഥം പ്രകാശത്തിലുണ്ട്. പിന്നെ 11ാമത്തെ ശതകത്തിൽ തന്നെ ജീവിച്ചിരുന്ന ഭവനാഥ മിശ്രൻ, അദ്ദേഹം ന്യായവിവേകം എന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഈ ഗ്രന്ഥവും ഗുരുമതമാണ്, അതായത് പ്രഭാകരന്റെ മതം അനുസരിച്ചിട്ടുള്ള വ്യാഖ്യാനമാണ്. ഈ ഗ്രന്ഥവും ഇന്ന് ഉപലബ്ധമാണ്. 17ാമത്തെ ശതകത്തിൽ ജീവിച്ചിരുന്ന ലൗകാക്ഷി ഭാസ്കരൻ, ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് അർത്ഥസംഗ്രഹം എന്നത്. വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. ഇതാണ് ഇപ്പോൾ എല്ലാ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ മീമാംസ ദർശനം പഠിക്കുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്ന ഗ്രന്ഥം. ഇത് പഠിച്ചാണ് തുടങ്ങുക. പിന്നെ 16ാമത്തെ ശതകത്തിൽ ജീവിച്ചിരുന്ന വരദരാജാചാര്യൻ, നമ്മുടെ ലഘു സിദ്ധാന്ത കൗമുദിയൊക്കെ എഴുതിയ അദ്ദേഹം ദീപിക ന്യായ വിവേക എന്ന ഗ്രന്ഥത്തിന് ടീക്കയും, ആ ടീക്ക ഗുരുമതം അനുസരിച്ചിട്ടാണ് ആ ടീക്ക എഴുതിയിരിക്കുന്നത്. പിന്നെ വാചസ്പതി മിശ്രൻ, ദ്വാദശ ദർശന ആചാര്യനായിട്ട് കണക്കാക്കപ്പെടുന്ന വാചസ്പതി മിശ്രൻ വളരെ വലിയ പണ്ഡിതനായിരുന്നു. 9ാമത്തെ ശതകത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നതായി കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ബ്രഹ്മസൂത്രത്തിലെ ഭാമതി ടീക്ക വ്യാഖ്യാനം വളരെ പ്രസിദ്ധമാണ്. ആ വാചസ്പതി മിശ്രൻ തന്നെ ന്യായകണിക എന്ന വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഇത് മണ്ഡന മിശ്രന്റെ വിധി വിവേകം എന്ന ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനമാണ്. വിധി വിവേകം എന്ന ഗ്രന്ഥം നേരത്തെ വിവേകത്രയത്തിൽ പറഞ്ഞു. അതില് വിധി വിവേകം എന്ന ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനം ന്യായകണിക, ഇതൊന്ന് ഉപലബ്ധമാണ്. ഇതിന്റെ വ്യാഖ്യാനത്തോടു കൂടി തന്നെ പ്രകാശിതമായിട്ടുണ്ട്. പിന്നെ വാസുദേവ ദീക്ഷിതരും വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ വ്യാകരണത്തിലെ സിദ്ധാന്ത കൗമുദിക്ക് ബാലമനോരമ എന്ന വ്യാഖ്യാനം പ്രസിദ്ധമാണ്. നമ്മൾ സിദ്ധാന്ത കൗമുദി വ്യാകരണം പഠിക്കുന്നവര് അതാണ് പഠിക്കുന്നത്, ബാലമനോരമ. അതെഴുതിയ അദ്ദേഹം തന്നെ മീമാംസ കുതൂഹല വൃത്തി എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അത് ഉപലബ്ധമാണ്. സംസ്കൃത പ്രതിഷ്ഠാൻ ഡൽഹിയിൽ നിന്ന് തന്നെ അത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അധ്വര മീമാംസ കുതൂഹല വൃത്തി എന്നും കേവല മീമാംസ കുതൂഹല വൃത്തി എന്നും അതിന് പേരുണ്ട്. പിന്നെ 17ാം ശതകത്തിൽ ജീവിച്ചിരുന്ന ഗംഗാഭട്ട, അദ്ദേഹം ഭാട്ടചിന്താമണി എന്ന സ്വതന്ത്ര ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതുപോലെ കുസുമാഞ്ജലി, ശിവാർക്കോദയം. ഭാട്ടചിന്താമണി കിട്ടിയിട്ടുണ്ട്, നമ്മളത് പഠിച്ചിട്ടുമുണ്ട്. ഗംഗാഭട്ടനാണ് അത് എഴുതിയത്. പിന്നെ 17ാം ശതകത്തിൽ വന്ന വെങ്കടാധ്വരി, അദ്ദേഹം വിധിത്രയ പരിത്രാണം എന്നൊരു ഗ്രന്ഥവും മീമാംസ മകരന്തം എന്ന ഗ്രന്ഥവും എഴുതിയിട്ടുണ്ട്. പിന്നെ ശങ്കരഭട്ടൻ 17ാം ശതകത്തിൽ തന്നെ മീമാംസ സംഗ്രഹം, മീമാംസ ബാലപ്രകാശ, ഈ 2 ഗ്രന്ഥങ്ങളും ഇപ്പോൾ കിട്ടാനുള്ളതാണ്. മീമാംസ ബാലപ്രകാശവും വളരെ നല്ല ഗ്രന്ഥമാണ്, വളരെ ചെറിയ ഗ്രന്ഥം. അതില് മീമാംസയുടെ തത്വങ്ങളെ മുഴുവൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട്. പിന്നെ ശംഭുഭട്ടൻ 18ാമത്തെ നൂറ്റാണ്ടില് പൂർവമീമാംസ അധികരണ സംക്ഷേപ, ഇതും നല്ലൊരു ഗ്രന്ഥമാണ്. പക്ഷേ ഈ രീതിയിൽ അത് പ്രകാശനം ചെയ്ത് കിട്ടിയിട്ടില്ല. പിന്നെ പ്രഭാവലി ഭാട്ടദീപിക വ്യാഖ്യ, ശാലീകനാഥ മിശ്ര, ഇദ്ദേഹം ശാലീകനാഥ മിശ്രനാണ് പ്രഭാകര സിദ്ധാന്തത്തിന്റെ മറ്റൊരു വക്താവ്. അദ്ദേഹം 9ാമത്തെ ശതകത്തിൽ ജീവിച്ചിരുന്നു. പ്രകരണ പഞ്ചികയിൽ പ്രഭാകര മതം വളരെ നന്നായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ദീപശിഖ,
മീമാംസ ഭാഷ്യ പരിശിഷ്ടം, ഋജു വിമലാ പഞ്ചിക. ഇത് അദ്ദേഹത്തിന് ബൃഹതി എന്ന പ്രഭാകരൻ എഴുതിയ ബൃഹതി ടീക്കയ്ക്ക് വ്യാഖ്യാനമാണെന്ന്. ഈ ഋജു വിമലാ പഞ്ചിക വ്യാഖ്യാനം ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ബൃഹതിക്ക് വ്യാഖ്യാനമായിട്ട് പ്രകാശനം ചെയ്തിട്ടുള്ള ഇതാണ്. സോമേശ്വര ഭട്ടൻ അദ്ദേഹം 11ാമത്തെ ശതകത്തിലാണ് ജീവിച്ചിരുന്നത്. രാണകൻ എന്ന അദ്ദേഹത്തിന് പേരുണ്ടായിരുന്നു. അദ്ദേഹം ന്യായസുധ എന്നത് തന്ത്രവാർത്തിക ടീക്കയായിട്ട് തന്ത്രസാരം എന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. തന്ത്രസാരം എന്ന ഗ്രന്ഥം പ്രകാശിതമാണ്. അപ്പൊ ഇത്രയാണ് ഗ്രന്ഥങ്ങളെ കുറിച്ചൊരു പരിചയപ്പെടുത്തല്. അപ്പൊ ഇത്രയധികം ഗ്രന്ഥങ്ങള്, ഇത് മുഴുവൻ ലിസ്റ്റ് പൂർണ്ണമല്ല. ഇത് കേവലം നമ്മൾ എന്താണ് പരിചയപ്പെടുത്തുന്ന രീതിയിലും ഇതിൽ വരുന്നത് നമ്മുടെ ഇടയ്ക്കൊക്കെ സൂചിപ്പിക്കുന്നതുമായിട്ടുള്ള ചില ഗ്രന്ഥങ്ങൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനിയും അനേകം ഗ്രന്ഥങ്ങളുണ്ട്. ഇത്ര അധികം ഗ്രന്ഥങ്ങൾ മീമാംസയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഗ്രന്ഥങ്ങളുടെ തന്നെ സംസ്കൃത വ്യാഖ്യാനങ്ങൾ, അതിലേക്ക് നമ്മൾ കടന്നിട്ടേ ഇല്ല. ഇപ്പോൾ ഓരോന്നിനും ഉണ്ടായിട്ടുള്ള, ഇപ്പോൾ കുമാരല ഭട്ടന്റെ വാർത്തികത്തിനും മറ്റും ഉണ്ടായിട്ടുള്ള സംസ്കൃത വ്യാഖ്യാനങ്ങൾ, സോമേശ്വര ദേവന് ഇവരൊക്കെ എഴുതിയ അങ്ങനെ അനേകം ഗ്രന്ഥങ്ങൾ അതിൽ ഇനിയും പറയാനുണ്ട്. അപ്പോൾ തൽക്കാലം ആ ഗ്രന്ഥങ്ങളുടെയും പരിചയപ്പെടുത്തൽ ഇവിടെ നിർത്തിയിട്ട് പദാർത്ഥങ്ങളെ കുറിച്ച് അറിയാം. അതായത് നമ്മൾ പറഞ്ഞു പ്രസ്ഥാനത്രയമെന്ന്, 3 പ്രസ്ഥാനങ്ങൾ. ആ പ്രസ്ഥാനങ്ങൾ 3 ആയതിന് കാരണം ഈ പദാർത്ഥ വിവേകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അതിൻ്റെ പ്രമാണവും മറ്റുമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൽ ഭാട്ടമതം അനുസരിച്ച്, കുമാരല ഭട്ടന്റെ സിദ്ധാന്തം അനുസരിച്ച് പദാർത്ഥങ്ങൾ കണക്കാക്കേണ്ടത് ദ്രവ്യം, ഗുണം, കർമ്മം, സാമാന്യം, ശക്തി, അഭാവം, ശബ്ദം, തമസ്. ഇത്രയാണ് പദാർത്ഥങ്ങൾ. ദ്രവ്യം, ഇതൊക്കെ നമ്മൾ തർക്കസംഗ്രഹമൊക്കെ പഠിക്കുന്നത് തന്നെയാണ്. ദ്രവ്യം, ഗുണങ്ങൾ, അതുപോലെ കർമ്മം, പിന്നെ സാമാന്യം എന്ന് പറയുന്ന ദ്രവ്യ ഗുണ കർമ്മ സാമാന്യം. പിന്നെ ശക്തി എന്നൊരു പദാർത്ഥത്തെ ചേർത്തിട്ടുണ്ട്. അതായത് ഈ ശക്തിയെ പദാർത്ഥമായിട്ട് കണക്കാക്കുന്ന ആദ്യം ഭാട്ടമതമാണ്. ഇപ്പോൾ നമ്മൾ ന്യായമുക്താവിലെ വലിയൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനത്തിലും അതുപോലെ തന്നെ നവ്യന്യായത്തിൻ്റെ ഗ്രന്ഥത്തിലുമൊക്കെ ഈ ശക്തിവാദത്തെ എതിർത്തിട്ടുണ്ട്. മീമാംസകർ പറയുന്ന ഈ ശക്തിവാദം, അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന് കണക്കാക്കണം എന്നവർ പറയുന്നു. അതായത് അഗ്നി എന്നൊരു തത്വം, അഗ്നിയിൽ ജ്വാല ഉണ്ടാകുന്നു. ആ ജ്വാലയിലുള്ള ശക്തിയാണ് ദഹിപ്പിക്കുന്നത്. അപ്പോൾ ജ്വലന ശക്തി എന്നൊരു ശക്തി അഗ്നിയിലുണ്ട്. അത് അഗ്നിയിൽ നിന്ന് ഭിന്നമാണ്, എന്നാൽ അഗ്നിയിൽ ആശ്രിതമാണ്. അങ്ങനെയാണ് ശക്തിയെ കരുതുന്നത്. അതുപോലെ ഓരോന്നിനും ശക്തിയുണ്ട്. ഇപ്പോൾ ജലത്തിലെ അങ്ങനെയുള്ള ശക്തി, ജലത്തിൻ്റെതായിട്ടുള്ള ശക്തി, വായുവിന് വായുവിൻ്റെതായിട്ടുള്ള ശക്തി, അതിൽ ഗുണങ്ങളല്ലാതെ ഒരു തത്വം ആ ശക്തിയായിട്ടുണ്ട്. ആ ശക്തി അനേകമാണ് എന്ന് പറയുന്നുമുണ്ട്. ഓരോന്നിലും ഓരോ ശക്തി. അങ്ങനെ ശക്തിവാദം കൊണ്ടുവന്നത് ഭാട്ടമതമാണ്. അതൊരു പദാർത്ഥമായിട്ട് തന്നെ കണക്കാക്കിയിട്ടുണ്ട്. പിന്നെ അഭാവത്തിന് വേണ്ടി ഒരു പ്രത്യേക പ്രമാണം തന്നെ ഭാട്ടമതത്തിൽ അംഗീകരിച്ചു. അനുപലബ്ധി എന്ന പ്രമാണം. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം, അർത്ഥാപത്തി, അനുപലബ്ധി, ഇത്രയും പ്രമാണങ്ങൾ കുമാരല ഭട്ടൻ അംഗീകരിക്കുന്നുണ്ട്. വേദാന്തത്തിലും കുറേയേറെ ഗ്രന്ഥങ്ങളിൽ ഈ പ്രമാണങ്ങളെ 6 പ്രമാണങ്ങളെയും അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ അഭാവത്തെ സിദ്ധിപ്പിക്കുക. പിന്നെ ശബ്ദം എന്നതും ദ്രവ്യമാണ്. ഇപ്പോ ഈ ശബ്ദത്തിന്റെ കഥ പറഞ്ഞാൽ, നൈയായികര് ശബ്ദത്തെ ഗുണമായിട്ടാണ് കണക്കാക്കുന്നത്.
ഇപ്പോ വേദാന്തത്തിലും മറ്റുമൊക്കെ ശബ്ദത്തെ വിഷയമായിട്ട് കണക്കാക്കുന്നു. ശബ്ദസ്പർശ രൂപരസഗന്ധം എന്ന വിഷയമായിട്ട് കണക്കാക്കുന്നു. ഭാട്ടമതത്തിൽ ശബ്ദത്തെ ദ്രവ്യമായിട്ട് കണക്കാക്കുന്നു. അതിന് കാരണം ശബ്ദം എന്നത് വേദമാണ്. വേദത്തിന്റെ ആ ഒരു മഹത്വം അത് ദ്രവ്യരൂപത്തിൽ തന്നെ ഉണ്ട്. ആ വേദം യഥാർത്ഥമായിട്ടുള്ള സ്വരൂപത്തിൽ ശബ്ദരൂപത്തിലാണ് നിത്യമായി നിൽക്കുന്നത്. അതിൻ്റെ ഓരോ വർണ്ണങ്ങളും നിത്യമാണ് എന്നതുകൊണ്ടാണ് ശബ്ദത്തെ പ്രത്യേക ദ്രവ്യമായി കണക്കാക്കിയത്. പിന്നെ തമസ്സിനെയും മീമാംസകരിൽ ദ്രവ്യമായി കണക്കാക്കുന്നു. തമസ് എന്ന അന്ധകാരത്തിലും ക്രിയകൾ നടക്കുന്നുണ്ട് എന്നൊക്കെ ഭാവത്തിൽ അതിൽ ഗുണമുണ്ട് എന്നൊക്കെ പറഞ്ഞ് തമസ്സിനെ ദ്രവ്യമായി കണക്കാക്കുന്നുണ്ട്. ഇതും ന്യായത്തിലെ പല ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാം. ഈ തമസ്സിന്റെ ദ്രവ്യത്വം ഖണ്ഡനം ചെയ്തിട്ടുണ്ട്. തമസ് വേറെ ദ്രവ്യമല്ല, തമസ് എന്ന് പറയുന്ന പ്രകാശത്തിന്റെ അഭാവമാണെന്ന് ന്യായമതം ഖണ്ഡനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ആ യുക്തിയും പ്രത്യുക്തികളും കാണുമ്പോൾ ഇങ്ങനൊരു പദാർത്ഥം അവർ അംഗീകരിച്ചിരുന്നതായിട്ട്, മീമാംസകർ അംഗീകരിച്ചിരുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോ ഇത് ഭാട്ടമതമായി. അത് കഴിഞ്ഞാൽ പ്രഭാകരമതം അനുസരിച്ച് ദ്രവ്യം, ഗുണം, കർമ്മം, സാമാന്യം, പിന്നെ ഒന്ന് പരതന്ത്രത എന്നൊന്നുകൂടി പറയുന്നുണ്ട്. പരതന്ത്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമവായ സംബന്ധം എന്നൊരു സംബന്ധത്തെ നൈയായികർ അംഗീകരിക്കുന്നുണ്ട്. സമവായം എന്നൊരു സംബന്ധം അതൊരു പദാർത്ഥമായി അംഗീകരിച്ചിട്ടുണ്ട്. ആ സമവായ തുല്യമായ ഒരു പദാർത്ഥമാണിത് പരതന്ത്രത. സമവായത്തിന് തുല്യമായതാണ്. മറ്റൊന്നില് ആശ്രയിച്ചിരിക്കുക, നിത്യമായിട്ട് മറ്റൊന്നിൽ ആശ്രയിച്ചിരിക്കുക, അതിനെയാണ് പരതന്ത്രത എന്ന് പദാർത്ഥമായി പറഞ്ഞത്. പിന്നെ ശക്തി, നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും ശക്തി പറഞ്ഞിട്ടുണ്ട്. പ്രഭാകരനും അത് ശക്തിയെ പദാർത്ഥമായി അംഗീകരിച്ചു. സാദൃശ്യവും മറ്റൊരു പദാർത്ഥമായിട്ട് പ്രഭാകരൻ അംഗീകരിക്കുന്നുണ്ട്. സാദൃശ്യം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയുന്നു എന്നതുകൊണ്ട് അതിനെ സാദൃശ്യവും അംഗീകരിച്ചു. പിന്നെ സംഖ്യയെയും പദാർത്ഥമായി അംഗീകരിച്ചു. ഈ സാദൃശ്യവും സംഖ്യയും ഒക്കെ ന്യായദർശനത്തിൽ ഗുണങ്ങളാണ്. ആ ഗുണങ്ങളെ ഇവിടെ പദാർത്ഥമായി അംഗീകരിച്ചു. എന്നാൽ അഭാവത്തെ പദാർത്ഥമായി പ്രഭാകരൻ അംഗീകരിക്കുന്നില്ല. അത് ഇപ്പൊ ഇതിൽ രണ്ടും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം നമുക്ക് കാണാം. കുമാരലി ഭട്ടൻ വളരെ യുക്തികൾ ഉപയോഗിച്ചാണ് അഭാവ പദാർത്ഥത്തെ സ്ഥാപിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യൻ തന്നെ അത് അംഗീകരിച്ചില്ല. അംഗീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അഭാവമില്ലാതെ തന്നെ, അഭാവം എന്ന് പറയുന്നത് കൽപ്പനയാണ്, ഭാവവസ്തുത ആണ് ഉള്ളത് എന്ന സിദ്ധാന്തത്തിൽ പ്രഭാകരൻ തൻ്റെ വ്യാഖ്യാനം ചെയ്തു. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് പ്രഭാകരന്റെ പല സിദ്ധാന്തങ്ങളും വേദാന്തത്തോട് അടുത്ത് നിൽക്കുന്നതാണ്. അപ്പൊ അഭാവ പദാർത്ഥത്തെ വേദാന്തത്തിലും പ്രത്യേകിച്ച് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം അത് അംഗീകരിച്ചിട്ടില്ല. സംഖ്യയെ പദാർത്ഥമായിട്ട് അംഗീകരിക്കാൻ കാരണം വേദത്തില് സംഖ്യയെ ആശ്രയിച്ച് ഒരുപാട് കാര്യങ്ങൾ സിദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സംഖ്യയ്ക്ക് സ്വതന്ത്രമായ ഒരു ഫലം വേണം എന്ന് മനസ്സിലാക്കിയാണ് പ്രഭാകരൻ അങ്ങനെ സംഖ്യയെ മറ്റൊരു പദാർത്ഥമായിട്ട് അംഗീകരിച്ചത്. ഇനി മൂന്നാമത്തെ പ്രസ്ഥാനത്തിൽ വരുമ്പോൾ മുരാരി മിശ്രയുടെ പക്ഷം, അതില് ധർമ്മി, ധർമ്മം, ആധാരം, പ്രദേശം, ഇത്രയേ ഉള്ളൂ പദാർത്ഥങ്ങളായിട്ട്. ധർമ്മി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ധർമ്മം ഏതിലുണ്ടോ അത് ധർമ്മി, ഏതെങ്കിലും ലക്ഷണങ്ങളോട് കൂടിയത്. ഇപ്പോ കുടം, മറ്റു പദാർത്ഥങ്ങൾ, ഘടാദി പദാർത്ഥങ്ങൾ ധർമ്മിയാണ്. കുടത്തിന് ഗുണമുണ്ട്, ലക്ഷണമുണ്ട്, കുറെ ധർമ്മങ്ങളുണ്ട്. എന്നുവെച്ചാൽ ഒരു ഭാവങ്ങളുണ്ട്. ധർമ്മം എന്ന് പറയുമ്പോൾ ഭാവങ്ങളുണ്ട്, അതൊക്കെ ഉള്ളതാണ് കുടം. മനുഷ്യൻ ഒരു ധർമ്മിയാണ്. ഇങ്ങനെ ഓരോന്നും ധർമ്മിയാണ്. അപ്പൊ ധർമ്മി എന്നുള്ളൊരു വിഭാഗം. ധർമ്മം എന്ന് പറയുമ്പോൾ ഘടത്വാദിയാണ് ധർമ്മം എന്ന് പറയുന്നത്. ന്യായത്തിൽ സാമാന്യമെന്നും ജാതി എന്നൊക്കെ പറയുന്ന, ഇപ്പൊ മനുഷ്യത്വം എന്ന് പറയുന്നത് ധർമ്മമായി. മനുഷ്യന്റെ ധർമ്മം മനുഷ്യത്വം. ഇപ്പൊ ഘടത്വാദി ധർമ്മങ്ങള്. പിന്നെ അതിന് ആധാരം എന്ന് പറയുന്നത്
കാലം, ദിക്ക്, ആകാശം ഇതൊക്കെയാണ് ആധാരങ്ങളായി പറയുന്നത്. സ്ഥാനം എന്ന് പറയുന്നത് പ്രദേശം തന്നെയാണ്, സ്പേസിനെയാണ് സ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും മുരാരി മതത്തിലുള്ള പദാർത്ഥങ്ങളാണ്. അപ്പൊ എണ്ണത്തിലും വ്യത്യാസമുണ്ട്, വിഷയത്തിലും വ്യത്യാസമുണ്ട്. ഇനി വരുന്ന വിഷയം ഈ ദ്വാദശ ലക്ഷണിയില് 12 അധ്യായങ്ങളുള്ള മീമാംസ ദർശനത്തിന്റെ വിഷയ സംക്ഷേപമാണ്. എന്തൊക്കെ വിഷയങ്ങളാണ് ഈ 12 അധ്യായങ്ങളിൽ ചർച്ച ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു സംക്ഷിപ്ത പരിചയം. ആ സംക്ഷിപ്ത പരിചയത്തില് ജൈമിനീയ ന്യായമാല, ഇപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പയ്യ ദീക്ഷിതർ എഴുതിയ ജൈമിനീയ ന്യായമാല എന്ന ഗ്രന്ഥത്തില് വിഷയ സംക്ഷേപം പറഞ്ഞ ശ്ലോകമാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ശ്ലോകം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാം, വളരെ സ്പഷ്ടമാണ്. ആ വിഷയങ്ങളെ ഓരോന്നെടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ധർമ്മോ ദ്വാദശ ലക്ഷണ്യാ വ്യുത്പാദ്യാസ്തത്ര ലക്ഷണൈഹി പ്രമാണ ഭേദശേഷത്വ പ്രയുക്തിക്രമ സംജ്ഞകാഃ അധികാരോ അതിദേശശ്ച സാമാന്യേന വിശേഷതഃ ഊഹോ ബാധശ്ച തന്ത്രം ച പ്രസംഗശ്ചോദിതാഃ ക്രമാത്. ഇത് ഓരോന്നിൻ്റെയും പേരെടുത്ത് പറഞ്ഞു. സംക്ഷേപത്തിൽ ഓർമ്മ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ശ്ലോകം അങ്ങനെ ഇവിടെ എഴുതിയത്. അത് പിന്നീട് എഴുതിയെടുത്താലും മതിയാവും, ഇവിടെ തന്നെ ഉണ്ടാകും. പിന്നീട് എഴുതിയിട്ട് കാരണം അത് നമ്മൾ അതിൻ്റെ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. അധ്യായത്തിന്റെ പേര്, അതിലുള്ള മുഖ്യ വിഷയങ്ങൾ. ഒന്നാമത്തെ അധ്യായത്തിന് പ്രമാണ അധ്യായം എന്നാണ് പേര്. പ്രമാണ അധ്യായം എന്ന് പറഞ്ഞാൽ ദർശനശാസ്ത്രത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് ഒരു ദർശനത്തിലെ സിദ്ധാന്തം സ്ഥാപിക്കാൻ എന്ത് പ്രമാണങ്ങളെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ആദ്യം പ്രമാണങ്ങളെ നിരൂപിക്കണം. അതൊരു നിയമമാണ്. പ്രമാണങ്ങളെ പറയാതെ മുന്നിലേക്ക് പോകാൻ പറ്റില്ല. അതിന് കാരണം ഈ ദർശനശാസ്ത്രങ്ങളുടെ ഗതി വാദഗതിയിലാണ് പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പക്ഷം, പ്രതിപക്ഷം ഇതൊക്കെ പറഞ്ഞു വ്യാഖ്യാനിക്കും. അപ്പോൾ പക്ഷം പ്രതിപക്ഷം പറയുമ്പോൾ നിശ്ചിതമായ പ്രമാണങ്ങൾ ഏതാണെന്ന് അറിയില്ല എങ്കിൽ അവിടെ പക്ഷപ്രതിപക്ഷങ്ങൾ സ്ഥാപിക്കാൻ പറ്റില്ല. ആരെങ്കിലും ഒരാൾ ഒരു പ്രമാണത്തിനെ വച്ച് പറയുന്നു, മറ്റൊരാൾ മറ്റൊരു പ്രമാണത്തിൽ വെച്ച് പറയുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ പണ്ടുണ്ടായിരുന്ന ഒരു രീതിയാണ്, ഒരു ശൈലിയാണ്, ഏത് ഗ്രന്ഥങ്ങൾ എഴുതുന്നതിന് മുമ്പും ആ ഗ്രന്ഥം ഏതിനെയാണ് പ്രമാണമായി അംഗീകരിക്കുന്നതെന്ന് സൂചിപ്പിക്കണം. അപ്പൊ അതില് വാദങ്ങൾ നടക്കുമ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ പണ്ട് ശാസ്ത്രാർത്ഥ നിർണയത്തിന് വാദങ്ങൾ നടന്നിരുന്നു. വാദങ്ങൾക്ക് മുമ്പും ആ വാദത്തിന് ഏത് പ്രമാണമാണ് ഉപയോഗിക്കുന്നത് ആ പ്രമാണ ഗ്രന്ഥം നേരത്തെ നിശ്ചയിക്കും. അത് വച്ചിട്ട് വേണം സംസാരിക്കാൻ. അല്ലാതെ എവിടെയെങ്കിലും കാട് കയറി പറയാൻ പറ്റില്ല. അതൊക്കെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എപ്പോഴും ചർച്ചയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ആദ്യം പ്രമാണ ഗ്രന്ഥങ്ങൾ ഏതാണെന്ന് നിശ്ചയിക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ എന്താണ് നിർണയിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നടക്കില്ല. കേൾക്കുന്നവർക്ക് എന്താ ഇവർ പറയുന്നത്, എന്താ ഇവർ നിശ്ചയിക്കുന്നത് ഒന്നും മനസ്സിലായില്ല. അപ്പൊ ആദ്യം പ്രമാണങ്ങളെ നിശ്ചയിക്കും. രണ്ടുപേരും സമ്മതിക്കുന്ന പ്രമാണങ്ങളെ. ഇപ്പോൾ ഒരു ഗ്രന്ഥമായാലും ഇപ്പോൾ നമ്മൾ ഉപനിഷത്തുക്കളെ പ്രമാണമാക്കിയാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ഉപനിഷത്തിൽ ഏതൊക്കെ ഉപനിഷത്തുക്കൾ പ്രമാണമാണ് എന്ന് നിശ്ചയിച്ചതിന് ശേഷം അതനുസരിച്ച് മുന്നിലേക്ക് ചർച്ച കൊണ്ടുപോകും. അങ്ങനെ ഓരോ വിഷയത്തിലും ചിലപ്പോൾ ഭാഷ്യം മാത്രം പ്രമാണമായിരിക്കും. ഇപ്പൊ ശങ്കരാചാര്യ സ്വാമികളുടെ ഗ്രന്ഥങ്ങൾ പ്രമാണമാക്കിയാണ് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ആ ഗ്രന്ഥങ്ങളിൽ പലതും അദ്ദേഹത്തിൻ്റെത് അല്ല എന്ന വിവാദമുണ്ട്. അപ്പൊ ചർച്ച മൂത്തു വരുമ്പോൾ ഒരാൾ ഒരു പ്രമാണം പറയും.
അത് കേട്ട് കഴിയുമ്പോൾ അടുത്ത ആൾ പറയും ഈ ഗ്രന്ഥം ശങ്കരാചാര്യരുടെ അല്ല എന്ന് വാദിച്ചാൽ അയാളുടെ വാദം തെറ്റിപ്പോവും. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ അത് നിശ്ചയിക്കും. നിർവിവാദമായ പ്രമാണ ഗ്രന്ഥങ്ങൾ ഇതാണ്. അപ്പൊ ഇത്രയും പ്രമാണ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിക്കാവൂ. അപ്പൊ ഓരോ വക്താവും അതനുസരിച്ച് വേണം ഉദ്ധരണങ്ങൾ പറയാൻ. അതല്ലാത്തതിൽ നിന്ന് ഉദ്ധരിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ നിശ്ചിതമായൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. അത് ആദ്യം നിശ്ചയിക്കുന്നതാണ്. പ്രമാണ ഗ്രന്ഥങ്ങൾ മീമാംസാ ദർശനത്തിന്, വേദത്തിന്റെ അർത്ഥം പറയാൻ പ്രവർത്തിക്കുന്ന മീമാംസാ ദർശനത്തിന്റെ പ്രമാണങ്ങൾ എന്തൊക്കെയാണ്, ആ പ്രമാണങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഒന്നാമത്തെ അധ്യായം. അതിലെ വിധി, അർത്ഥവാദം, സ്മൃതിയാദി പ്രമാണങ്ങളെ കുറിച്ചുള്ള ചിന്തനം. അപ്പോൾ വിധി എങ്ങനെയാണ് പ്രമാണമായിരിക്കുന്നത്, വിധികളിൽ ഏതൊക്കെയാണ് പ്രമാണമാകുന്നുള്ള വിസ്തരിച്ച് പറയും. അതുപോലെ അർത്ഥവാദങ്ങളിൽ ഏതൊക്കെയാണ് പ്രമാണങ്ങൾ. അർത്ഥവാദം എന്ന് പറഞ്ഞാൽ കഥകളാണ്. വേദത്തിൽ തന്നെ ചില ചെറിയ ചെറിയ കഥകൾ വന്നിട്ടുണ്ട് ഉദാഹരണങ്ങളുടെ രൂപത്തിൽ. അത് പ്രമാണമാണോ അല്ലയോ? സവപാമുദഖിതത് എന്നൊരു വാക്യം വന്നിട്ടുണ്ട്. അവിടെ രുദ്രദേവന്റെ യജ്ഞത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ യജ്ഞം നടക്കുന്ന സമയത്ത് അവിടെ ഒരു ദാനം ചെയ്യുന്ന പ്രക്രിയയുണ്ട്. അപ്പൊ ആ ദാനത്തിന്റെ നിഷേധവാക്യമുണ്ട്. അവിടെ പറയുന്ന ഒരു അർത്ഥവാദവാക്യമാണ്, കഥയാണ്. ആ രുദ്രദേവൻ തൻ്റെ നെഞ്ചു പിളർന്നു കാണിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വാക്യമുണ്ട്. അതുപോലെ സ്വരോതീത് യദരോതീത് തദ്രുദ്രസ്യ രുദ്രത്വം. രുദ്രദേവൻ കരഞ്ഞു, അവനെ വാവിട്ടു കരഞ്ഞു. അദ്ദേഹത്തിന്റെ ആ കരച്ചിലിൽ നിന്ന് കണ്ണീർ തുള്ളികൾ താഴെ വീണപ്പോഴാണ് ആ കണ്ണീർ തുള്ളികളിൽ നിന്ന് ഒരു ധാതു ഉണ്ടായി. നമ്മുടെ വെള്ളി എന്ന് പറയുന്നത്, വെള്ളി, രജതം ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ കണ്ണീർ തുള്ളികളിൽ നിന്നാണ്. അതുകൊണ്ട് വേദിയില് രജതം ദാനം ചെയ്യാൻ പാടില്ല. രജതം ദാനം ചെയ്യാൻ പാടില്ല എന്നുള്ള നിഷേധവാക്യം വന്നു. ആ നിഷേധവാക്യത്തെ പുഷ്ടിപ്പെടുത്താനുള്ള കഥയാണ് അവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കഥകളുണ്ട്. അപ്പൊ ഇത് വേദത്തിലൊരു കഥയുടെ സാമാന്യ രീതിയിലാണ് കാണുന്നത്. അതിനെന്താണ് അർത്ഥം, അതിനെങ്ങനെയാണ് അർത്ഥം പറയേണ്ടത് എന്ന് പറയുന്നതാണ് ഈ അർത്ഥവാദ അധികരണം. അത് നമ്മൾ കാണും അധികരണങ്ങൾ വിചാരം ചെയ്യുമ്പോൾ. പിന്നെ സ്മൃതികള്, അനേകം സ്മൃതികളുണ്ട്. സ്മൃതി ഗ്രന്ഥങ്ങളുടെ പേരിൽ തന്നെ നമുക്കിപ്പോ 57 സ്മൃതി ഗ്രന്ഥങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ 57 സ്മൃതി ഗ്രന്ഥങ്ങളിൽ ഏതൊക്കെ സ്മൃതി ഗ്രന്ഥങ്ങളാണ് വേദപ്രമാണത്തിലുള്ളത്? ഇപ്പോൾ മനുസ്മൃതി, നമുക്ക് യാജ്ഞവൽക്യ സ്മൃതി, അങ്ങനെ തുടങ്ങി. അത് കഴിഞ്ഞ് ഇപ്പൊ പാരാശര സ്മൃതി, ഭൃഗുസ്മൃതി, ജാബാല സ്മൃതി, അങ്ങനെ ഒരുപാട് സ്മൃതികൾ, 57 എണ്ണം. ഇതിനെയൊക്കെ സംഗ്രഹിച്ച് പ്രകാശിപ്പിച്ചിട്ടുണ്ട്. സ്മൃതി സന്ദർഭം എന്ന ഒരു പേരില് 7 വോള്യങ്ങളായിട്ട് ഈ സ്മൃതികളെ മുഴുവൻ പ്രകാശിപ്പിച്ചിട്ടുണ്ട്, മൂലഗ്രന്ഥങ്ങൾ. അപ്പൊ ആ സ്മൃതികളിൽ ഏതൊക്കെ സ്മൃതികളാണ് എടുക്കേണ്ടത്, ആ സ്മൃതികളുടെ ലക്ഷണം എന്തായിരിക്കും, വേദത്തിന് പ്രമാണമായി എടുക്കേണ്ട സ്മൃതികളുടെ ലക്ഷണം എന്തായിരിക്കും? അല്ലാതെ ആരെങ്കിലും ഒരു സ്മൃതി എന്ന പേരിൽ ഒരു ഗ്രന്ഥം എഴുതിയാൽ അത് പ്രമാണമാവില്ല. അതിൻ്റെ ലക്ഷണങ്ങൾ ആ വിചാരമാണ്. അതിൽ ലോഭം ഉണ്ടാവാൻ പാടില്ല, അതുപോലെ വേദത്തിന് അനുകൂലമായിരിക്കണം എന്നൊക്കെ നമ്മൾ അധികരണങ്ങൾ 2-3 അധികരണങ്ങൾ അതിനെക്കുറിച്ച് കാണും. സ്മൃതി അധികരണവും അതിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രമാണങ്ങളെ കുറിച്ച് വിചാരം ചെയ്യാം. പിന്നെ ലോകം പ്രമാണമാണോ, ലോകോക്തി പ്രമാണമാണോ അല്ലയോ, അതിനെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. ലോകോക്തിയിൽ ആര് പറയുന്നത് പ്രമാണമാണ്, ആര് പറയുന്നത് അല്ല, അതിനെക്കുറിച്ചും ചിന്തയുണ്ട്. ഇപ്പൊ ലോകവേദാധികരണം എന്ന് പറഞ്ഞൊരു അധികരണം വരും. അപ്പോൾ ലോകത്ത് പറയുന്ന ആൾക്കാർ സംസാരിക്കുന്ന അതേ ശബ്ദങ്ങളുടെ അർത്ഥം തന്നെയാണ് വേദത്തിലും പറയേണ്ടത്. അല്ലാതെ വേറെ ഒരു അർത്ഥം കൽപ്പിച്ചല്ല പറയേണ്ടത്. എന്നാൽ വ്യത്യസ്തമായി വരുന്ന അർത്ഥങ്ങൾ നിരുക്തങ്ങളിൽ നിന്നും അറിയണം എന്നൊക്കെ പറയുന്ന ആ ഭാഗത്തെയാണ് ഈ പ്രമാണ ഗ്രന്ഥത്തിന്റെ ഒരു മൊത്തം ഒന്നാമത്തെ അധ്യായത്തിലാണത് വരിക. രണ്ടാമത്തെ അധ്യായത്തില് വരുന്ന വിഷയം, ആ അധ്യായത്തിന്റെ പേര് ഭേദാധ്യായം എന്നാണ്.
അപ്പൊ യാഗങ്ങളുടെ ഭേദം, അനേക യാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ യാഗങ്ങൾ എങ്ങനെയാണ് ഭേദപ്പെടുത്തി തിരിച്ചറിയുക? ഇപ്പോ അശ്വമേധയാഗം, അതുപോലെ തന്നെ നമ്മൾ ദർശപൂർണമാസാദി ചെയ്യുന്നത് പോലുള്ള യാഗങ്ങൾ, സോമയാഗം, ഇങ്ങനെയൊക്കെയുള്ള യാഗങ്ങളുണ്ട്. അപ്പൊ ഈ യാഗങ്ങൾ എങ്ങനെയാണ് ഭേദപ്പെടുത്തുക? അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? അതിനുള്ള കർമ്മവ്യവസ്ഥ എന്താണ്? അത് വളരെ വിസ്തരിച്ചിട്ടുള്ളതാണ്. ഹോമം, യാഗവും ഹോമവും തമ്മിലുള്ള വ്യത്യാസം, യാഗം, ഹോമം, ഇഷ്ടി, യജ്ഞം, ഇതിനൊക്കെ ഓരോന്നിനും വ്യത്യാസമുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക അധ്യായത്തിൽ നിന്ന്. ദാനം, എത്ര തരത്തിലുള്ള ദാനമുണ്ട്, എന്തിനെയാണ് ദാനം എന്ന് പറയുന്നത്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കർമ്മഭേദങ്ങളെ കുറിച്ച് പറയുന്ന അധ്യായമാണ് ഈ ഭേദാധ്യായം. അത് കഴിഞ്ഞാൽ ശേഷാധ്യായം. ഈ അധ്യായത്തിൽ 8 പാദങ്ങളുണ്ട്. വളരെ വിസ്തരിച്ച അധ്യായമാണ് ശേഷാധ്യായം. ശേഷം എന്ന് പറഞ്ഞാൽ അംഗം എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ മുഖ്യ കർമ്മമുണ്ട്. മുഖ്യ കർമ്മത്തിന് അനുസൃതമായ അംഗകർമ്മങ്ങളുണ്ട്. അതുപോലെ പ്രകൃതി യാഗങ്ങളുണ്ട്, വികൃതി യാഗങ്ങളുണ്ട്. പ്രകൃതി എന്ന് പറഞ്ഞാൽ മൂലമായിട്ടുള്ളത്, അതനുസരിച്ച് വരുന്ന വികൃതി യാഗങ്ങൾ. ഇപ്പൊ ദർശപൂർണമാസം എന്ന് പറയുന്ന ഒരു യാഗമാണ്. അതിൻ്റെ വികൃതി യാഗങ്ങളായിട്ട് ഇഷ്ടികൾ, എത്ര ഇഷ്ടികളുണ്ടോ, പുത്രേഷ്ടി തുടങ്ങിയിട്ടുള്ള ഇഷ്ടികളൊക്കെ ഈ ദർശപൂർണമാസ യാഗത്തിൻ്റെ വികൃതിയാണ്. അതുപോലെ ജ്യോതിഷ്ഠോമം എന്ന് പറയുന്ന ഒരു യാഗമുണ്ട്. അതിൻ്റെ വികൃതി യാഗങ്ങളിൽ സോമയാഗമൊക്കെ പെടും. ഇങ്ങനെ ആ യാഗങ്ങളുടെ ഭേദം, ഇത് വളരെ വിസ്തരിച്ചിട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് അതിന് വിസ്തരിച്ച വിചാരം തന്നെയുണ്ട്. അതെങ്ങനെ തിരിച്ചറിയണം. അങ്ങനെ പ്രകൃതി യാഗങ്ങളും വികൃതി യാഗങ്ങളും, ഓരോ കർമ്മത്തിൻ്റെയും അംഗകർമ്മങ്ങൾ എന്തൊക്കെ, അംഗകർമ്മങ്ങൾ എങ്ങനെയാണ് മുഖ്യകർമ്മത്തോട് ചേർക്കേണ്ടത്, ഇതെങ്ങനെ തിരിച്ചറിയും, ഇതൊക്കെയാണ് പറയുന്നത്. പ്രയാജാതി അംഗങ്ങൾ, പ്രയാജം അനുയാജം എന്നത് ദർശപൂർണമാസത്തിൻ്റെ 2 അംഗങ്ങളാണ്, പ്രയാജം അനുയാജം എന്ന്. അപ്പൊ അതിൻ്റെ സംബന്ധങ്ങളും അതിൻ്റെ നിയമങ്ങളുമാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. അംഗാംഗിഭാവ ചിന്തനമൊക്കെ ദർശപൂർണമാസത്തിൽ പ്രയാജ അനുയാജാഹ അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു. ഇതിൽ 8 പാദങ്ങളുള്ള അധ്യായം ശേഷാധ്യായം. ഇത് അർത്ഥസംഗ്രഹത്തിലും മറ്റുമൊക്കെ ഈ അധ്യായത്തിന്റെ ക്രമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ അംഗിഭാവം നിശ്ചയിക്കാനുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. ആ നിയമത്തിന് ശ്രുതിലിംഗവാക്യപ്രകാരണം എന്ന നിയമങ്ങൾ, ഇങ്ങനെ ഒരുപാട് വ്യവസ്ഥകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു സാമാന്യ രൂപത്തിൽ കുറച്ച് അധികരണങ്ങൾ നമ്മളത് നോക്കും. പിന്നെ 4-ാമത്തെ അധ്യായത്തിന്റെ പേര് പ്രയുക്തി അധ്യായം എന്നാണ്. പ്രയുക്തി എന്ന് പറഞ്ഞാൽ പ്രയോഗം എന്നാണ് അർത്ഥം. ഈ അധ്യായം നമ്മൾ ഇന്നത്തെ രീതിയിൽ ഒരു വിശേഷമായൊരു അധ്യായമാണ്. കാരണം ഇവിടെ ഈ ക്രതു അർത്ഥം, പുരുഷാർത്ഥം എന്ന 2 വിഭാഗം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് തസ്യവ്രതം എന്ന് പറയുന്ന ഒരു കർമ്മമുണ്ട്, ബ്രഹ്മചാരിയുടെ വ്രതമായിട്ട് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം വ്രതമായി പറഞ്ഞാൽ ആ വ്രതത്തിൽ അനുഷ്ഠിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം അങ്ങനെ തന്നെ അനുഷ്ഠിക്കണം. ആ വ്രതകാലത്ത് മറ്റൊന്നും ബാധകമല്ല. അവിടെ നിത്യകർമ്മങ്ങളിൽ, ഇപ്പൊ നമ്മൾ നിത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ ഒരു പ്രത്യേക ദീക്ഷ എടുത്ത് ഒരു വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് നിത്യകർമ്മങ്ങൾ നേരത്തെ ചെയ്തിരുന്നത് ചെയ്യാവോ അതോ ചെയ്യാൻ പാടില്ലയോ എന്ന് സംശയം വരാറുണ്ട്. അപ്പൊ അവിടെ വ്യക്തമായി പറയുന്നത്, ഒരു യാഗത്തിനോ മറ്റോ നമ്മൾ ദീക്ഷ എടുത്താൽ നിശ്ചയമായ അതിൽ വ്രതം, ആ യാഗസംബന്ധമായ വ്രതം തുടങ്ങിയാൽ, ആചാര്യവരണം കഴിഞ്ഞ് വ്രതം തുടങ്ങും, യജമാനന് വ്രതം കൽപ്പിക്കും. അത് തുടങ്ങിയാൽ പിന്നെ നിത്യകർമ്മങ്ങൾ അവിടെ അതിനെ ബാധിക്കില്ല. അതിലെന്താണോ പറയുന്നത് അതനുസരിച്ച് എല്ലാം ചെയ്തു കൊള്ളണം. ആ കർമ്മം മുഴുവനാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പൊ അത്തരം വിചാരങ്ങൾ അതിൽ വരുന്നുണ്ട്. പിന്നെ ഈ പുരുഷാർത്ഥം, ക്രതുവർത്ഥം എന്ന് പറഞ്ഞാൽ പുരുഷാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്നതിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതായത് ഇപ്പൊ സ്വർഗം വേണമോ വേണ്ടയോ എന്ന് നമുക്ക് നിശ്ചയിക്കാം. സ്വർഗം വേണമെങ്കിൽ യാഗം ചെയ്താൽ മതി. പുത്രൻ വേണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പുത്രൻ വേണം എന്ന് വിചാരിച്ച് പുത്രേഷ്ടി ചെയ്യാൻ തുടങ്ങിയാൽ പുത്രേഷ്ടിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്യണം. അപ്പൊ അതെന്താവും? അത് ക്രതുവർത്ഥമാകും.
വേദം ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കൂ എന്ന് പറയുന്നില്ല. ഇത് നമ്മൾ ഓർത്തു വയ്ക്കണം. ശാസ്ത്രത്തിലും വേദത്തിലും ഒരിടത്തും നിങ്ങൾ ഓരോന്ന് ആഗ്രഹിക്കൂ, താങ്കൾ ഇത് ആഗ്രഹിക്കൂ എന്നിട്ട് ചെയ്യൂ എന്ന് പറയുന്നില്ല. ആഗ്രഹിക്കുക, ആഗ്രഹം കൊണ്ടുവരിക, ഏതാഗ്രഹം വേണമെന്ന് നിശ്ചയിക്കുക, അതിന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആഗ്രഹം വന്നതിന് ശേഷം നമ്മളൊരു കർമ്മം ചെയ്യാൻ പ്രവൃത്തമായാൽ അതിൽ പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അത് മുഴുവൻ പുണ്യമാണ്. ഇനി ആ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ പുരുഷാർത്ഥമായി തോന്നുന്നത് പോലെ ചെയ്താൽ അത് പാപമാണ്. അങ്ങനെയാണ് വരുന്നത്. അത് വളരെ രഹസ്യപൂർണമായ വ്യവസ്ഥയാണ് വേദത്തിന്റെ. അത് 4-ാമത്തെ അധ്യായത്തിലാണ് വരുന്നത്. അവിടെയാണ് ഈ ഹിംസയെക്കുറിച്ച് നമ്മൾ വിചാരം ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ യാഗത്തിലൊക്കെ ഹിംസ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊരു വലിയ വിവാദമാണ്. അഹിംസ പരമോ ധർമ്മ മാ ഹിംസ്യ സർവഭൂതാനി അന്യത്ര തീർത്ഥേഭ്യ. ഇത് നമ്മുടെ ശാസ്ത്രത്തിന്റെ സാമാന്യ നിയമമാണ്. ഒരു പ്രാണിയെ ഹിംസിക്കാൻ പാടില്ല. എന്നാൽ യാഗങ്ങളിൽ, വലിയ വലിയ യാഗങ്ങളിൽ വലിയ രീതിയിൽ തന്നെ ബലികർമ്മങ്ങളുണ്ട്. അപ്പൊ ഈ ബലികർമ്മങ്ങൾ എങ്ങനെയാണ് ശരിയാവുക? അത് പുണ്യമാവുമോ പാപമാവുമോ? എല്ലാവർക്കും കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ്. അങ്ങനെ കൺഫ്യൂഷൻ വന്നപ്പോൾ എല്ലാവരും തീരുമാനിച്ചു ഈ ബലികർമ്മങ്ങളെ കുറിച്ച് വേദത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ പിന്നീട് എഴുതി ചേർത്തതാണ്. വേദത്തിൽ അങ്ങനെ ബലികർമ്മങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ മഹാ അബദ്ധമാണ്. ഈ പറഞ്ഞതുപോലെ വേദത്തിന്റെ എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു കർമ്മത്തിന് നമ്മൾ വ്യക്തമായിട്ട് മീമാംസയിൽ പറഞ്ഞ രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഏറ്റവും വലിയൊരു കർമ്മമാണ് അശ്വമേധയാഗം. പുണ്യങ്ങളിൽ അശ്വമേധയാഗമാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞിരിക്കുന്നു. അശ്വമേധയാഗത്തിൽ ബലിയുണ്ട്, ജ്യോതിഷ്ഠോമത്തിൽ ബലിയുണ്ട്. ഇങ്ങനെ ഒരുപാട് കർമ്മങ്ങളിൽ ബലിയുണ്ട്. ബലിയില്ലാത്ത കർമ്മങ്ങളും ഉണ്ട്. സോമയാഗത്തിൽ ബലിയില്ല, ദർശപൂർണയാഗത്തിൽ ബലിയില്ല. ഇല്ലാത്തതുകൊണ്ട് ഉള്ളതുകൊണ്ട്. അപ്പൊ അത് അതിലുള്ളത് തന്നെയാണ്. അപ്പൊ അവിടെ വരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, കൃദ്വർത്ഥമായിട്ട് ചെയ്യുന്ന ആ കർമ്മത്തിന്റെ ഭാഗമായിട്ട് അംഗമായിട്ട് ചെയ്യുന്നത് ബലിയായാലും എന്തായാലും അത് പുണ്യവ്യവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ അത് നിയമത്തിനനുസൃതമായത് കൊണ്ട് പുണ്യത്തിന്റെ വിഷയമാണ്. അതേ കാര്യം മാംസം ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നിനെ കൊന്നു തിന്നുന്നതെങ്കിൽ അത് പുരുഷാർത്ഥമാണ്, അത് പാപമായി തീരും. അങ്ങനെയാണ് ഈ പുണ്യപാപങ്ങളുടെ വ്യവസ്ഥ. ഇത് 4-ാമത്തെ അധ്യായത്തിലെ വിഷയം വരുമ്പോൾ നമ്മൾ വിശദമായി അതിനെ പറയും. കാരണം നമ്മുടെ മനസ്സിൽ സംശയം ഉണ്ടാകുന്ന ഒരു വ്യവസ്ഥയാണ്. അതിന് ഇപ്പോൾ പലരും അതിന് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, വേദത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ബലി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ അർത്ഥം വേറെയാണ്. അശ്വം എന്ന് പറഞ്ഞാൽ അശ്വമല്ല, അതൊരു ചെടിയാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതൊക്കെ തെറ്റാണ്. അതിനു മുമ്പാണ് ഈ പ്രമാണത്തിൽ തന്നെ ഒരു അധികരണം ഞാനിപ്പോൾ പറഞ്ഞത്, ലോകവേദാധികരണം എന്നൊരു അധികരണമുണ്ട്. അങ്ങനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വേദത്തിൽ പറയുന്ന ഒന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഈ എന്താണ്, മൃഗങ്ങളുടെ പേര് മാത്രം എന്താണ് നമ്മൾ ചെടികളാക്കിയത്, ബാക്കിയുള്ള പേരുകളും ചെടികളാക്കേണ്ടതായിരുന്നു. നമുക്ക് തോന്നുന്നത് പോലെ നിശ്ചയിക്കാം. അങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഒരു വ്യവസ്ഥ ഉണ്ടാവില്ല. പാത്രങ്ങളുടെ പേര്, ഔഷധ ദ്രവ്യങ്ങളുടെ പേര് വേറെയുണ്ട്. സർവേഭ്യോ ഔഷധിഭ്യോ, ഔഷധികളെ നമസ്കരിക്കുന്നതും പൂജിക്കുന്നതുമായിട്ടുള്ള പേരുകൾ വേറെയുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും കൽപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. അതിൻ്റെ രഹസ്യം മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും മനസ്സിലാക്കുക, അതിന് ഉദാഹരണവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമായി മനസ്സിലാക്കാം നമുക്ക് ആ അധ്യായത്തിൽ. അതാണ് കൃദ്വർത്ഥ പുരുഷാർത്ഥ വിചാരം എന്ന അധ്യായം. അതിൽ ആ സമയത്ത് പറയുന്നതാണ് വ്യവസ്ഥ. അതുപോലെ ഇത് ഭക്ഷിക്കാനാണ് ബലി ചെയ്യുന്നതെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഈ ഭക്ഷിക്കാനാണ് ബലി ചെയ്യുന്നതെന്ന് പറയുന്നവര് ആ കർമ്മത്തിന്റെ ബലി കർമ്മം എങ്ങനെയാണ് നടക്കുന്നതെന്ന് പൂർണ്ണമായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ബലി ചെയ്ത് കഴിഞ്ഞ് ഈ കർമ്മം പൂർത്തിയായി കഴിഞ്ഞാൽ അതിൽ ഒരു മാംസ ഭക്ഷണവും ഉണ്ടാവില്ല, അതിലൊന്നും ശേഷിക്കില്ല. പിന്നെ അവർ ഭക്ഷിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിനൊരു അവസാന ഇടാപാനം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ഏത് ദ്രവ്യത്തെയാണോ ഹോമിച്ചത് ആ ദ്രവ്യം വച്ചിരുന്ന പാത്രത്തിലും മറ്റു ശേഷിക്കുന്ന അംശങ്ങളെ കഴുകിയിട്ട് ആ യാജ്ഞികരായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഋത്വിക്കുകള് പ്രസാദമായിട്ട് സ്വീകരിക്കുന്നത്. അത് വേദിയിലാണ് അത് സ്വീകരിക്കുന്നത്. അത് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയിട്ട് പാചകം ചെയ്ത് കഴിക്കുന്ന രീതിയില്ല, വേദിയിൽ നിന്ന് തന്നെ അതിനെ പ്രസാദമായിട്ട് സ്വീകരിക്കുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അതിൽ നിന്ന് വരുന്ന ഓരോ വേസ്റ്റും എവിടെ കൊണ്ടിടണം, അതിടാനുള്ള മന്ത്രം, അത് കുഴിക്കേണ്ട കുഴിയുടെ അളവ്, ഏത് ഭാഗത്ത് കുഴിക്കണം, അതിനെ എങ്ങനെ സംസ്കരിക്കണം ഒന്നുവരെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് പുരുഷാർത്ഥമായിട്ടൊന്നും ചെയ്യാനില്ല, ക്രതു അർത്ഥമായിട്ട് വന്ന കാര്യങ്ങളാണ് അത് ചെയ്യുന്നത്. അത് നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയാം ആ സമയത്ത്. പിന്നെ ക്രമാധ്യായം, വലിയ വലിയ കർമ്മങ്ങൾ ചെയ്യണം. ആ കർമ്മങ്ങളുടെ സംബന്ധം എങ്ങനെയാ അറിയേണ്ടത്, അതിനൊരു ക്രമം വേണം. അപ്പൊ ആ ക്രമത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പങ്ക്തിക്രമം, അതുപോലെ അനേക കർമ്മങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടി വരുമ്പോഴുള്ള ക്രമം. ഇപ്പൊ 6 ദിവസം ചെയ്യുന്ന കർമ്മം അത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യേണ്ടി വന്നാൽ അങ്ങനെയുള്ള യാഗങ്ങളുണ്ട്. അപ്പൊ ആ യാഗങ്ങൾക്കൊക്കെ ക്രമം എങ്ങനെയായിരിക്കണം എന്നുള്ള ക്രമവിചാരമാണ് അവിടെ ഉള്ളത്. അതില് അർത്ഥനിർണയം ചെയ്യുന്നത് ശ്രുത്യാദി ക്രമചിന്തനം. അർത്ഥനിർണയം ചെയ്യുമ്പോൾ അവരുടെ ശ്രുതി, ലിംഗം, പാഠക്രമം ഇങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് അവിടെ ചെയ്യുന്നത്. അപ്പൊ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ അഗ്നിഹോത്രം ജുഹോതി യവാഗും പച്ചതി എന്ന 2 വാക്യം വന്നു. ആദ്യം വന്നത് ഗ്രന്ഥത്തിന്റെ വേദത്തിന്റെ ആദ്യം പറഞ്ഞത് അഗ്നിഹോത്രം ചെയ്യണമെന്നാണ്. അത് കഴിഞ്ഞാണ് യവാഗു പചതി എന്ന് പറഞ്ഞത്. യവാഗു എന്ന് പറഞ്ഞാൽ പ്രത്യേക രീതിയിൽ ഹോമത്തിനുള്ള ദ്രവ്യം തയ്യാറാക്കുന്നത്, നമ്മൾ ചോറ് പാകം ചെയ്യുന്നതിനെയാണ് യവാഗു എന്ന് പറയുന്നത്. അപ്പൊ അഗ്നിഹോത്രത്തിന് വേണ്ടിയാണ് യവാഗു പാചകം ചെയ്യുന്നത്. അപ്പൊ യവാഗു പാചകം ചെയ്തിട്ടാണ് അഗ്നിഹോത്രം ചെയ്യേണ്ടത്. പക്ഷെ ക്രമത്തിൽ മന്ത്രം നോക്കുമ്പോൾ ആദ്യം അഗ്നിഹോത്രം ജുഹോതി എന്ന് പറഞ്ഞിരിക്കുന്നു, പിന്നെ യവാഗും പചതി എന്ന് പിന്നീട് പറഞ്ഞിരിക്കുന്നു. അപ്പോ രണ്ടാമത് പറഞ്ഞതിനെ ആദ്യം ചെയ്യണം, ആദ്യം പറഞ്ഞതിനെ രണ്ടാമത് ചെയ്യണമെന്ന് ക്രമം മാറ്റണം. സാമാന്യമായി നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രമം മാറ്റാം. പക്ഷെ അങ്ങനെ ക്രമം മാറ്റുന്നതിന് നിയമമുണ്ട്. വെറുതെ അങ്ങനെ ക്രമം മാറ്റാൻ പറ്റില്ല. കാരണം നമ്മളെ ബുദ്ധി കൊണ്ട് നമ്മൾ മാറ്റിയാൽ അത് പലപ്പോഴും തെറ്റായി പോകും, നമ്മളെ സൗകര്യത്തിനനുസരിച്ച്. അപ്പൊ അതിന് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ് ക്രമാധ്യായത്തിൽ. അത് കഴിഞ്ഞാൽ പിന്നെ പ്രധാനമായൊരു അധ്യായമാണ് അധികാരി അധ്യായം. ഇപ്പൊ രാവിലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കർമ്മം ചെയ്യാൻ ആരാണ് അധികാരി, ആ അധികാരികളുടെ ലക്ഷണങ്ങളും മറ്റുമൊക്കെയാണ്. കർത്താവ്, അകർത്താവ്, അധികാരി വിചാരം. ഇപ്പൊ സ്വർഗകാമോ യജേത എന്ന വാക്യം വന്നു. ഈ സ്വർഗകാമഹ എന്ന് പറഞ്ഞാൽ അതിൽ പുല്ലിംഗമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോ സ്ത്രീകൾക്ക് തോന്നാം ഇത് എല്ലാ വാക്യത്തിലും പുല്ലിംഗമാണ്. ഗ്രാമകാമഹ, വൃഷ്ടികാമഹ, എല്ലാം കാമഹ എന്ന് പുല്ലിംഗം പ്രയോഗിച്ചു. അപ്പൊ സ്ത്രീകൾക്ക് അവിടെ അവകാശമൊന്നും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് അതിൽ അവകാശം ഇല്ല എന്ന് പ്രചരിപ്പിക്കുന്ന കൂട്ടരും ഉണ്ടായിരുന്നു. ഇപ്പോഴും പലരും അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇവിടെ മനസ്സിലാക്കാം. സ്ത്രീകൾക്ക് എങ്ങനെയാണ് അതിൽ അധികാരി. സ്വർഗകാമഹ എന്ന് പറഞ്ഞാൽ അവിടെ പുല്ലിംഗത്തിന്റെ പ്രയോഗം അല്ല ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അവിടെ വ്യക്തമായിട്ട് പറയുന്നതാണ് ഈ അധികാര വിചാരത്തില്. സ്വർഗം ആഗ്രഹിക്കുന്ന ആളാണ് അതിന് അധികാരി. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമില്ലെങ്കിൽ അതാരോ ആയിക്കോട്ടെ, അയാൾക്ക് അതിന് അധികാരമില്ല. അതുകൊണ്ട് കർമ്മം ചെയ്യുന്നതിന് മുമ്പ് ഏത് കർമ്മമായാലും അതിനൊരു സങ്കല്പ വിധിയുണ്ട്. നമുക്കറിയാം, സന്ധ്യാവന്ദനം ചെയ്യുന്നവർക്ക് അറിയാം, ദിവസവും രാവിലെയും വൈകിട്ടും സന്ധ്യ ചെയ്യുന്നതിന് മുമ്പ് ഒരു സങ്കല്പം നമ്മൾ ചെയ്തിട്ടാണ് സന്ധ്യാവന്ദനം ചെയ്യുന്നത്. കർമ്മത്തിൽ വളരെ നിർബന്ധമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഈ സങ്കല്പം എന്നത്. സങ്കല്പമില്ലാതെ ഒരു കർമ്മവും ചെയ്യാൻ പാടില്ല, അത് കർമ്മമാവില്ല. അപ്പൊ സങ്കല്പം ത്യജിച്ചിട്ട് ഞാൻ കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ അത് കർമ്മകാണ്ഡപരമായിട്ട് തെറ്റാണ്. നിഷ്കാമ കർമ്മവും ഈ സങ്കല്പം ത്യജിച്ച് ചെയ്യുന്ന കർമ്മവും തമ്മിൽ ഇപ്പൊ കൂട്ടിക്കുഴച്ചിരിക്കുകയാണ്. അതായത് ഒരു സങ്കല്പവും ചെയ്യാതെ കർമ്മം ചെയ്യുക. ഇപ്പൊ ഒരുപാട് പേര് അങ്ങനെ യജ്ഞം ചെയ്യുന്നുണ്ട്. എന്താണ് അതിന്റെ സങ്കല്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഹിതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞാൽ വെറുതെ നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം, അതിനെ ഇങ്ങനെ തീ കൂട്ടിയിട്ട് അതിലിങ്ങനെ ദ്രവിക്കാം, അതൊക്കെ ഇങ്ങനെ കത്തുമ്പോൾ നല്ല മണമൊക്കെ വരും, അതൊക്കെ ശ്വസിക്കാം. അല്ലാതെ കർമ്മവിധി പ്രകാരം അതിന് യാതൊരു അർത്ഥവുമില്ല. അത് നിരർത്ഥകമാണ്, വ്യർത്ഥമായ കാര്യമാണ്. വെറുതെ നെയ്യൊക്കെ ഒഴിച്ച് അതൊക്കെ വേസ്റ്റാക്കാം. അതിന് വിധിയുണ്ട്. വിധി പ്രകാരം ആ യജമാനനെ നിശ്ചയിക്കണം, യജമാനൻ സങ്കല്പം ചെയ്യണം. ആ സങ്കല്പമാണ് കർമ്മത്തിന്റെ ഫലം ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അധികാരികളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഈ അധ്യായത്തിൽ പറഞ്ഞു. ഇതിൽ 8 പാദങ്ങളുണ്ട് ഈ അധ്യായത്തിൽ. ഒരുപാട് വിശദീകരണമുണ്ട് അതിൽ. ഏഴാമത്തെ അധ്യായത്തിന് സാമാന്യ അതിദേശം എന്നാണ് പറയുന്നത്.
അതിദേശം എന്ന് പറഞ്ഞാൽ അന്യത്ര ഉക്തമായതിനെ അന്യത്ര സംബന്ധിക്കുക. ഒരു സ്ഥലത്ത് പറഞ്ഞതിനെ മറ്റൊരു സ്ഥലത്ത് സംബന്ധിച്ച് അർത്ഥം പറയുക. അതിനെയാണ് അതിദേശം എന്ന് പറയുന്നത്. പ്രകൃതിവത് വികൃതി കർത്തവ്യ. പ്രകൃതിയാഗങ്ങളെ പോലെ വികൃതിയാഗങ്ങളെയും ചെയ്യണം. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഉദാഹരണം പറയാവുന്നത്, സംഗീതം അറിയുന്നവർക്കറിയാം. സംഗീതത്തിലെ ജനകരാഗങ്ങള് ജന്യരാഗങ്ങൾ എന്നുണ്ട്. ജനകരാഗങ്ങള് ജന്യരാഗങ്ങൾ. അപ്പൊ ജനകരാഗങ്ങളുടെ ഒരു സാമാന്യ സ്വഭാവം ഉണ്ടാവും. അതിന്റെ സ്വരവിധാനത്തിനും ആലാപത്തിനും ഒക്കെ ഒരു സാമാന്യ ക്രമം ഉണ്ടാവും. ആ ക്രമം അനുസരിച്ചായിരിക്കും ആ ജനകരാഗങ്ങളുടെ ജന്യരാഗങ്ങളായി വരുന്ന രാഗങ്ങളുടെയും സാമാന്യ ക്രമം. അതിൽ സ്വരഭേദം ഉണ്ടെങ്കിലും ക്രമം അതായിരിക്കും. അതിൻ്റെ ഒരു സ്വഭാവം അതിനുണ്ടാവും. അതുപോലെയാണ് ഈ വികൃതിയും പ്രകൃതി എന്ന് പറയുന്നത്. പ്രകൃതി എന്ന് പറയുന്നത് മൂലമായ യജ്ഞം. അത് സംബന്ധിച്ച് വരുന്ന മറ്റ് യജ്ഞങ്ങളെ വികൃതികൾ എന്ന് പറയും. ദർശപൂർണമാസം അത് പറഞ്ഞാൽ ഇഷ്ടിയാഗങ്ങളൊക്കെ വികൃതികളാണ്. അപ്പൊ അതില് പ്രകൃതിയെ പോലെ വികൃതി ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോ പ്രകൃതിയിലുള്ള സ്വഭാവങ്ങളൊക്കെ വികൃതിയിലേക്ക് കൊണ്ടുവരേണ്ടത്. അത് ഏതൊക്കെയാ കൊണ്ടുവരേണ്ടത് എന്ന് പറയുന്നതാണ് സാമാന്യ അതിദേശം. പ്രകൃതിവത് വികൃതി കർത്തവ്യ എന്നുള്ള നിയമത്തില്. വിശേഷ അതിദേശം എന്ന് പറഞ്ഞാൽ അതിന്റെ തന്നെ വിസ്താരമാണ്. അവിഹിതേഷു വിഹിതാനാം വിശേഷ. വിശേഷ അതിദേശം ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ പറഞ്ഞ കാര്യങ്ങള് വികൃതിയിലേക്ക് കൊണ്ടുവരുന്നത് സാമാന്യമായി. പക്ഷേ വികൃതിയിലൊന്നും ഇല്ലാത്തതിനെ പ്രകൃതിയിൽ നിന്ന് നമ്മൾ കൊണ്ടുവരണം. അതൊന്ന്. വിഹിതേഷു അവിഹിതേഷു വിഹിതാനാം. വിഹിതം ചെയ്തിട്ടില്ല, വിധാനം ചെയ്തിട്ടില്ല. അപ്പൊ അതില് വിഹിതങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ടതാണ്. ഇപ്പൊ വിശ്വജിത് ആദൗ സോമധർമ്മ അതിലുദാഹരണമാണ്. ഇതൊക്കെ വളരെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. വിശ്വജിത് എന്ന് പറഞ്ഞ യാഗമുണ്ട്. വിശ്വജിത യജേത എന്ന് പറഞ്ഞ് വിശ്വജിത് യാഗമുണ്ട്. ആ വിശ്വജിത് യാഗത്തില് വിശേഷിച്ച് അതിലെന്തൊക്കെയാ വേണ്ടതെന്ന് വിസ്തരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ ഫലം കൂടി പറഞ്ഞിട്ടില്ല. അതില് വിശ്വജിത് ന്യായം എന്ന് അതിനാ പറയാ. വിശ്വജിത യജേത എന്ന് മാത്രം പറഞ്ഞു. വിശ്വജിത് യാഗം ചെയ്യണമെന്ന് പറഞ്ഞു. അതിന്റെ അധികാരി സ്വർഗകാമനാണോ അല്ല പശുകാമനാണോ, അത് എന്ത് ആഗ്രഹിച്ചാണ് അത് ചെയ്യേണ്ടത് എന്ന് വ്യക്തമല്ല. അപ്പൊ അത് അവിടെ അതിദേശം ചെയ്ത് കൊണ്ടുവരും. എന്താണ് അതിദേശം ചെയ്യുന്നത്? എവിടെയൊക്കെയാണോ ഫലം പ്രത്യേകിച്ച് പറയാത്തത് അവിടെയൊക്കെ സാമാന്യ ഫലമായി സ്വർഗം തന്നെ വരും എന്നാണ് നിയമം. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ യാഗം പറഞ്ഞു, വിധാനവും പറഞ്ഞു, പക്ഷെ ഫലം പറഞ്ഞിട്ടില്ല, അധികാരി ആരാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വർഗം അവിടെ അധികാരിയായിട്ട് വരും. ആ പരമമായ സുഖം. അവരുടെ സ്വർഗത്തിന്റെ വ്യാഖ്യാനം വേറെയാണ്, നമ്മൾ പിന്നീട് മനസ്സിലാക്കും. അപ്പൊ ഇവിടെ വിശ്വജിത് യാഗത്തില് സോമയാഗത്തിന്റെ ധർമ്മങ്ങള് വരുന്നു. അതാണ് വിശേഷധർമ്മം. അവിടെ അവിഹിതമായതാണ്, പക്ഷേ വിഹിതമായ സോമധർമ്മത്തിന്റെ കാര്യങ്ങൾ വിശ്വജിത്തിൽ വരുന്നു എന്നുള്ളതാണ് വിശേഷധർമ്മങ്ങൾ. പിന്നെ ഊഹം എന്നാണ് 9-ാമത്തെ അധ്യായം. വികൃതിയിലെ മന്ത്രങ്ങളുടെ അർത്ഥം സമാനാർത്ഥമായിട്ടുള്ള നിരൂപണങ്ങള്. ഇപ്പോ ഒരു യാഗത്തില് മന്ത്രം പറഞ്ഞു, മറ്റൊരു യാഗത്തിൽ മന്ത്രം പറഞ്ഞിട്ടില്ല. അപ്പൊ മന്ത്രത്തിന്റെ ഊഹനം എങ്ങനെയാണ് മന്ത്രങ്ങൾ അതിൽ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഊഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമാനിക്കുക. മറ്റൊരിടത്തുനിന്ന് മന്ത്രം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ അനുമാനിക്കുന്നതാണ് ഈ ഊഹാധ്യായം എന്ന് പറയുന്നത്. അതിൽ മന്ത്ര ഊഹമുണ്ട്, സാമ ഊഹമുണ്ട്, സംസ്കാര ഊഹമുണ്ട്. ഈ ഊഹം 3 പ്രകാരത്തിലാണ്. മന്ത്രങ്ങൾ ഇതേപോലെ ഊഹിക്കുക, അനുമാനിച്ച് കൊണ്ടുവരിക, അതിൻ്റെ നിയമങ്ങള്. അതുപോലെ സാമഗാനം, സാമഗാനത്തിന്റെ രീതി, ഏത് സാമഗാനം ചെയ്യണമെന്ന് നിശ്ചയിക്കുക. അതവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരിക. അതുപോലെ സംസ്കാര ഊഹം. സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധീകരണം തുടങ്ങിയുള്ള പുണ്യാഹം, ശുദ്ധീകരണം എന്നൊക്കെ പറയുന്ന സംസ്കാര കർമ്മങ്ങൾ, അതൊക്കെ കൊണ്ടുവരിക. ഇതൊക്കെ ഊഹാധ്യായത്തിൽ വരുന്നതാണ്. 10-ാമത്തെ അധ്യായം ബാധ അധ്യായം എന്നാണ് അറിയപ്പെടുന്നത്. അതിദേശാദീനാം യഥായഥാം ലോപഹ.
ഒന്ന് പ്രാപ്തമായി, അതിദേശം കൊണ്ട് പ്രാപ്തമായി, പ്രകൃതിയിൽ ചെയ്തതുപോലെ വികൃതിയിലും വേണമെന്ന് പറഞ്ഞു. പക്ഷേ അതിൽ ഇവിടെ ആവശ്യമില്ലാത്ത കാര്യമാണത് എന്ന് വരുമ്പോൾ അതിനെ ത്യജിക്കണം, അത് മാറ്റിവെക്കണം. ഒരു പാർട്ട് അത് ആ വികൃതിയിൽ വരുന്നത് തന്നെ വേണ്ട എന്ന് വെക്കണം. അങ്ങനെ ലോപം ചെയ്യാനുള്ള നിയമം, അങ്ങനെ വെറുതെ ലോപം ചെയ്യാൻ പറ്റില്ല, അതിന് കാരണങ്ങൾ വേണം. അങ്ങനെ കാര്യകാരണ സഹിതം ആ ലോപങ്ങളെ കുറിച്ച് പറയുന്നതാണ്. പ്രകൃതിവാദ് വികൃതി കർത്തവ്യ എന്നതില് ആ ലോപ സംബന്ധമായ വിചാരം ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് ഏതിൽ എങ്ങനെ ചെയ്യണമെന്നുള്ള സാമാന്യമായി വേദത്തിന്റെ മുഴുവൻ ജ്ഞാനം വേണം, കർമ്മകാണ്ഡത്തിന്റെ മുഴുവൻ അറിവുണ്ടെങ്കിലേ ഇതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഇതൊക്കെ അതിൻ്റെ അകത്തുള്ളതാണ്. പക്ഷെ ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഒരുപാട് ഉപയോഗമുള്ള സാധനങ്ങളുണ്ട്. അതാണ് നമ്മളിപ്പോൾ അധികരണങ്ങൾ വിചാരം ചെയ്യാൻ സെലക്ട് ചെയ്തിട്ടുള്ള. അല്ലാതെ ഇതിന്റെ മുഴുവൻ ടെക്നിക്കാലിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ആർക്കും ഇത് മനസ്സിലാവില്ല. കാരണം കർമ്മം ചെയ്ത് അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർക്ക് മാത്രമേ ഇതെന്താ സംഭവിക്കുന്നത് മനസ്സിലാവും. കണ്ടാലും മനസ്സിലാവില്ല, കാണുമ്പോൾ നമുക്കൊന്നും അറിയാനേ പറ്റില്ല അവിടെ എന്താ ചെയ്യുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് ഉപയോഗമുള്ള ചില കാര്യങ്ങളുണ്ട്, അത് മാത്രം നമ്മൾ സംസാരിക്കും. അപ്പൊ അതിൻ്റെ ആ ഉദ്ദേശം മനസ്സിലാവും. പിന്നെ 11ാമത്തെ അധ്യായത്തിന് തന്ത്ര അധ്യായം എന്നാണ് പേര്. തന്ത്രം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കേട്ടിട്ടുള്ള തന്ത്രമല്ല. തന്ത്രം എന്ന് പറഞ്ഞാൽ സകൃത അനുഷ്ഠിതേന അന്യസ്യാപി ഉപകാരഃ. ഒരു വെടി കൊണ്ട് രണ്ട് പക്ഷി എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ ഒരു പ്രയോഗം കൊണ്ട്, ഒരു കാര്യം കൊണ്ട് രണ്ട് കാര്യം സിദ്ധമാകുന്നു. അങ്ങനെ വന്നാൽ അതിനെ തന്ത്രേണ അനുഷ്ഠിത എന്ന് പറയും. ഇപ്പോ ഉദാഹരണത്തിന് പറഞ്ഞാൽ ചോറുണ്ടാക്കി, ആ ചോറുണ്ടാക്കുന്നതിൽ നിന്ന് തന്നെ നമുക്ക് പല ഐറ്റം ഉണ്ടാക്കാം. ഒരിക്കൽ ഒരു പാത്രത്തിൽ ചോറുണ്ടാക്കിയാൽ ആ ചോറിൽ നിന്ന് നമുക്ക് തൈര് സാദം ഉണ്ടാക്കാം, ആ ചോറെടുത്ത് വേണമെങ്കിൽ പുളിയോദര ഉണ്ടാക്കാം, ആ ചോറെടുത്ത് ചിത്രാന്നം ഉണ്ടാക്കാം, അങ്ങനെ ഓരോന്നും അതിൽ നിന്ന് ഉണ്ടാക്കാം. ഇനി വേണമെങ്കിൽ പായസവും അതിൽ നിന്ന് ഉണ്ടാക്കാം. ആ ചോറെടുത്ത് തന്നെ പാലിട്ട് തിളപ്പിച്ച് വീണ്ടും അതിനെ പായസവും ആക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം ചോറ് വയ്ക്കുന്നത് കൊണ്ട് ഇത്രയധികം കാര്യങ്ങൾ സിദ്ധിച്ച് കിട്ടി. അതിനെയാണ് തന്ത്രേന അനുഷ്ഠിതം എന്ന് പറയുന്നത്. അതുപോലെ ശുദ്ധീകരണത്തിൻ്റെത്, വേദി ഉണ്ടാക്കുന്നത്, ഒരു വേദിയിൽ തന്നെ രണ്ട് കർമ്മങ്ങൾ ചെയ്യാവുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അതിനാണ് തന്ത്രാധ്യായം എന്ന് പറയുന്നത്. തന്യതേ വിസ്താര്യതേ ഏകേന ബഹൂനാമിതി തന്ത്ര എന്ന വ്യാഖ്യാനമാണ് ഇവിടെ ഉള്ളത്. തന്ത്രശബ്ദത്തിന് അനേകം അർത്ഥമുണ്ട്. അതിൽ വിസ്തരിച്ച് പറയുന്നു എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ തന്ത്രം എന്ന് പറയുന്നു. പ്രസംഗമാണ് അവസാനത്തെ അധ്യായം. അന്യ ഉദ്ദേശ്യേന അന്യസ്യാപി സഹാനുഷ്ഠാനം. ഒരു അനുഷ്ഠാനം നടന്നുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം ആ അനുഷ്ഠാനത്തിന്റെ ഭാഗമല്ലാത്ത മറ്റൊരു അനുഷ്ഠാനവും ചെയ്യാനുള്ള അവസരം വന്നു. അങ്ങനെ വരുന്ന അതിനാണ് പ്രസംഗം എന്ന് പറയുന്നത്. സോമവേദ്യാം ഇഷ്ടീനാമപി ഹവിരാസാദനം. സോമയാഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോമയാഗ സംബന്ധമായിട്ട് ഒരു ഇഷ്ടിയാഗം കൂടി ചെയ്യാനുണ്ട്. അപ്പോ സോമയാഗത്തിന് വേദി നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ ഇഷ്ടിയാഗം ചെയ്യണമെങ്കിൽ ഇനി വേറെ വേദി നിർമ്മിക്കണമോ? ഇപ്പൊ വേദി എന്ന് പറഞ്ഞാൽ നമ്മൾ കലശങ്ങളൊക്കെ വെച്ചിങ്ങനെ കാണുന്ന ഒരു ഇതുണ്ടല്ലോ, അതില് കളറൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന, അതിനെയാണ് വേദി എന്ന് പറയുന്നത്. അതിൽ തുണിയൊക്കെ വിരിച്ച് പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുന്നത്. യജ്ഞശാലയ്ക്ക് അകത്തായിരിക്കും വരിക. അപ്പൊ അതിലിനി വേറെ വേദി കൽപ്പിച്ച് ചെയ്യണമോ, അഥവാ ആ വേദിയിൽ തന്നെ സോമവേദ്യാം ഇഷ്ടീനാമപി ഹവിരാസദനം. അപ്പൊ അവിടെ ഹവിസ് വയ്ക്കാനുള്ള ഒരു പീഠം ഉണ്ടാവും. വേദിക്ക് ഉള്ളില് ഹവിസ് വയ്ക്കാനുള്ള ഒരു ആസദനം എന്ന് പറഞ്ഞ ഒരു ആസനം പോലെ, ആ ഹവിസിന്റെ ആസദനം എന്ന് അതിന് പറയാ, വയ്ക്കുന്ന സ്ഥലം. അത് പ്രത്യേകിച്ച് വേണമോ, നേരത്തെ സോമയാഗത്തിന് ചെയ്ത് അതിൽ തന്നെ വയ്ക്കാമോ? അപ്പൊ അങ്ങനെ പ്രസംഗം കൊണ്ടുവന്ന ആ ഹവിരാസദനം സോമവേദിയിൽ തന്നെ ആവാം, ആ ഹവിരാസനത്തിൽ തന്നെ ആവാം, പ്രത്യേകം വേണ്ടിയില്ല എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പ്രസംഗങ്ങളാണ് അവസാനത്തെ അധ്യായത്തിലുള്ളത്. ഇതാണ് നമ്മൾ 12 അധ്യായങ്ങളുടെ വിഷയങ്ങൾ എന്ന് പരിചയപ്പെട്ടത്. ഇനി സംഘർഷണ കാണ്ഡത്തിന്റെ വിഷയങ്ങളാണ് ഇതിന്റെ അനുബന്ധമായിട്ട് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് സമഗ്രമായി മീമാംസ ദർശനത്തിനെ കുറിച്ചുള്ള ഒരു അറിവ് കിട്ടും. ഇന്ന വിഷയങ്ങളൊക്കെയാണ് ഇതിൽ ചർച്ച ചെയ്തിട്ടുള്ളതെന്ന്. അത് അടുത്ത സെക്ഷനിൽ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സമയത്ത് ചോദ്യോത്തരം വച്ചിട്ടില്ല. കാരണം അതിപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ മുതൽ
ഈ ഉച്ചയ്ക്കത്തുള്ള 10:30 മുതൽ 12 വരെയുള്ള സമയത്തിൽ ആദ്യത്തെ ഒരു 3/4 മണിക്കൂറോളം നമ്മൾ വിഷയത്തിലെ ചർച്ചയും അത് കഴിഞ്ഞിട്ടുള്ള 3/4 മണിക്കൂറോളം ചോദ്യോത്തരവും ഉണ്ടായിരിക്കും. അപ്പോൾ ചോദ്യോത്തരം തയ്യാറാക്കാൻ, ചോദ്യങ്ങൾ തയ്യാറാക്കാനുള്ള ചർച്ചകളാണ് ഇടയ്ക്ക് സമയങ്ങളിൽ ഇവിടെ ഉണ്ടാകാറുള്ളത്. ആ ചർച്ചകളിൽ പങ്കെടുത്ത് ഈ കേട്ട വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ അത് എഴുതി വയ്ക്കാം. അത് സംബന്ധമായിട്ട് നിങ്ങളുടെ ജീവിതാനുഭവമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങൾ അറിയാനുണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ബാക്കി നമ്മൾ ഷെഡ്യൂളിൽ പറഞ്ഞതനുസരിച്ചിട്ടാണ് നാളത്തെ ദിവസം നടക്കുക. ഇന്ന് വൈകുന്നേരം നമ്മൾ ഈ വിഷയത്തെ തന്നെ കൂടുതൽ എഴുതാനുള്ളത് മുഴുവൻ അറിയും. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് എന്തായാലും ദർശനം കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചില അധികരണങ്ങളാണ് നമ്മൾ വിചാരം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സമഗ്രമായ വിഷയം നമ്മൾ അറിഞ്ഞിരുന്നാൽ ഓരോ അധികരണത്തിലും വിഷയങ്ങൾ നിശ്ചയിക്കുന്നതിൻ്റെ അടിസ്ഥാനം നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് രാവിലെ ഞാൻ ഈ ചതുർവിധ പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് പറഞ്ഞത്. ആ ചതുർവിധ പുരുഷാർത്ഥങ്ങൾക്ക് അതാണ് നമ്മുടെ ആധാരം. അതനുസരിച്ചിട്ടാണ് ബാക്കി എല്ലാ നിർണയങ്ങളും വരുന്നത്. പിന്നെ ഇപ്പോൾ ഈ ക്രതുവർത്ഥം, പുരുഷാർത്ഥം എന്നുള്ള ഈ കൺസെപ്റ്റ്, ഇതൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമാണ് വേദത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ. അത് വേദത്തിൻ്റെ കാര്യത്തിൽ നിന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ അമ്പലങ്ങളിലും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നിടത്ത് ചില നിയമങ്ങൾ പറയുന്നതും ചില ചിട്ടകൾ പറയുന്നതും ഒക്കെ എന്തിനാണെന്ന് നമുക്കൊരു വിവരമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ആചരിക്കുന്നതിൽ ഇൻട്രസ്റ്റും കാണിക്കുന്നില്ല. ഭഗവാൻ എല്ലാം ഒന്നല്ലേ, ഭഗവാൻ എല്ലാം ചെയ്യുന്ന, ഭഗവാൻ എല്ലാവർക്കും ഉള്ളതല്ലേ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ സാമാന്യ രീതിയിൽ അങ്ങനെയാണ്. പക്ഷെ ഓരോ കാര്യം ചെയ്യുന്നതിനും ഓരോ നിയമങ്ങളുണ്ട്. ഇപ്പം ചായ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ കൂട്ടണമെങ്കിൽ ചായ കൂട്ടാൻ അറിഞ്ഞിരിക്കണം. എങ്ങനെയെങ്കിലും ചായ കൂട്ടിയാൽ അത് ചായ ആവില്ല. അപ്പോൾ അതിനൊരു ക്രമമുണ്ട്, അതിനൊരു സമയമുണ്ട്. അതുപോലെ തന്നെ ഓരോ കർമ്മത്തിനും വ്യവസ്ഥയ്ക്കും ഒക്കെ അതിൻ്റെതായിട്ടുള്ള ഫലമുണ്ട്. അപ്പോഴാണ് യഥാർത്ഥമായ രീതിയിൽ ചായയുടെ ടേസ്റ്റ് നമുക്ക് ഉണ്ടാവുക. ആ പൂർവ്വപരിചയം, അതുപോലെ ആ നിയമങ്ങൾ, ഇതറിയണം. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിന്ന് കിട്ടും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന ചില കർമ്മങ്ങളുടെ വൈദികമായ പ്രമാണവും ഇതിൽ നിന്ന് മനസ്സിലാകും. അതാണ് ഇപ്പം നമുക്ക് വിഷയങ്ങളായിട്ടുള്ളത്. പക്ഷേ സമഗ്രമായിട്ടുള്ള ഒരു അറിവ്, ഇപ്പോൾ പറഞ്ഞ പോലെ ആചാര്യന്മാരെ പരിചയപ്പെട്ട്, പല ആചാര്യന്മാരുടെയും പേര് നമ്മൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഇത്രയധികം ആചാര്യന്മാരും മീമാംസയിൽ ഉണ്ടായിരുന്നുവെന്ന് അതൊരു പരിചയപ്പെടൽ, വിഷയങ്ങളുടെ പരിചയപ്പെടൽ, സംഘർഷണകാണ്ഡത്തിലെ വിഷയങ്ങൾ, അതുപോലെ ദേവന്മാരെ കുറിച്ചുള്ള, അപ്പോൾ ദേവത കുറിച്ച് ചിന്തിക്കുമ്പോൾ എത്ര ദേവന്മാരുണ്ട്, ആരൊക്കെയാണത്, എങ്ങനെയൊക്കെയാണ് ദേവന്മാരെ നിശ്ചയിച്ചിരുന്നത്. ദേവന്മാർക്ക് കണക്കില്ല എന്നാണ് പറയുന്നത്. ഹിന്ദു മതത്തിൽ ദേവന്മാർക്ക് കണക്കില്ല എന്ന്. ദേവന്മാർക്ക് കണക്കില്ലാതൊന്നുമില്ല, കൃത്യമായ കണക്കുണ്ട്. കണക്ക് എത്രയാണ്, എങ്ങനെയാണെന്നൊക്കെ നമ്മൾ വിചാരം ചെയ്യും. അതുപോലെ ഇപ്പോൾ ദേവീ ദേവന്മാരെ കുറിച്ച് പറയുമ്പോൾ ദേവിമാരെ കുറിച്ചും ദേവന്മാരെ കുറിച്ചും പ്രത്യേകിച്ച് ഇപ്പോൾ പറയുന്നില്ല, അല്ലെങ്കിൽ കാണുന്നില്ല. അങ്ങനെ ദേവികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവിടെ സ്ഥാനമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് അധികാരാർത്ഥത്തിൽ മനസ്സിലാവാം. എത്രയാണോ പുരുഷന് സ്ഥാനമുള്ള അത്രയും സ്ഥാനം തന്നെ സ്ത്രീകൾക്കും ഉണ്ട്. അതെങ്ങനെയാണ്, എപ്പോഴാണ് എന്നൊക്കെയുള്ള വിചാരങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് അറിയാൻ കഴിയുക. അത് അധികരണങ്ങൾ വിചാരം ചെയ്യുമ്പോൾ അറിയാൻ കഴിയുക. പക്ഷെ ജനറൽ ആയിട്ടുള്ള ഐഡിയ, പിന്നെ ഇത് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. കാരണം അപ്പോൾ പിന്നെ ആ വിഷയം മാറിപ്പോവും. അതുകൊണ്ട് ആദ്യം ഇത് നന്നായിട്ട് മനസ്സിലാക്കി പിന്നെ നമുക്കതിലേക്ക് പ്രവേശിക്കാം.